ജോയ്സ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഇവിടെ ദൈവമക്കളെ, നിങ്ങളൊക്കെ കർത്താവിലെ സന്തോഷമായിരിക്കുന്നല്ലോ. അവങ്കിലേക്ക് നോക്കിയൊരു പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതില്ല. നമ്മുടെ മുഖത്തെ ലജ്ജിപ്പിക്കാത്തൊരു കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. നമ്മെ കർത്താവ് അനുഗ്രഹിക്കും. കർത്താവ് നമ്മെ ഇന്നുവരെയും നടത്തി, ഇനി നമ്മെ കർത്താവ് നടത്തുവാൻ ശക്തനാണ്. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിൻ്റെ ദാസിയാണ് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തെ ഷെയർ ചെയ്യേണ്ടതിന് കടന്നു വന്നിരിക്കുന്നത്. ആ പ്രിയ കർത്താവിൻ്റെ ദാസിയെ ജോയ്സ് ടി വിയിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദേവദാസി കർത്താവിൽ സന്തോഷമായിരിക്കുന്നുവല്ലോ. സന്തോഷമായിട്ടിരിക്കും. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. ദൈവം നടത്തിയ വിധങ്ങളും വഴികളും ഒക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. നമ്മുടെ കേൾവിക്കാർക്ക് അത് ഏറ്റവും അനുഗ്രഹമായി തീരും. കർത്താവ് ദേവദാസിയെ സഹായിക്കട്ടെ. ജീവിതാനുഭവത്തിലേക്ക് കടന്നു പോകുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനായി സ്തോത്രം. നിന്റെ ദാസ്യതയും ബലപ്പെടുത്തണ വായോടും നാവോടും അങ്ങയുടെ ആത്മാവ് കൂടെ ഇരിക്കണമേ. കർത്താവെ, കേൾവിക്കാരുടെ ജീവിതത്തിൽ വലിയ വിടുതലുണ്ടാകുവാൻ, ഞങ്ങളുടെ കർത്താവ് ജീവിക്കുന്ന ദൈവമാണെന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കർത്താവ് അവിടുന്ന് ഈ സാക്ഷ്യത്തിലൂടെ മുഖാന്തരമായി തീരുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്നു. നിങ്ങളുടെ നാമം ഉയർത്തപ്പെടട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ദേവദാസി ഇപ്പോൾ നമ്മോടൊപ്പം എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? ഞാന് പത്തനംതിട്ട ജില്ല ചിറ്റാറിൽ നിന്ന്. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. വീട്ടിൽ ആരൊക്കെയുണ്ട് ഒന്ന് പറഞ്ഞാട്ട്. എന്റെ വീട്ടിൽ ഇപ്പോൾ ഞാൻ തനിയാണ് താമസിക്കുന്നത്. എങ്കിലും എനിക്ക് 2 മക്കളാണ്, ഒരാണും ഒരു പെണ്ണും. മോന് പൂനായിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു, അവർ 2 പേര്. ആ മോള് റാന്നിയില് മോളെ കല്യാണം കഴിച്ച് അവര് ജീവിക്കുന്നു. ഹസ്ബൻഡ് ഇല്ല, മരിച്ചിട്ട് 22 വർഷം. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. എത്രത്തോളം ദൈവം നടത്തിയല്ലോ. നമ്മുടെ കർത്താവ് നമ്മെ നടത്തുന്ന ദൈവമാണ്. തനിയെ നമ്മെ നടത്തും. ഈ ലോകത്തിൽ നമുക്ക് നമ്മുടെ ആശ്രയമായിട്ട് ആരുമില്ലെങ്കിൽ തന്നെയും നമ്മുടെ കർത്താവ് നമുക്ക് ആശ്രയമാണ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ ദാസ്യതയും ഇത്രത്തോളം നടത്തിയല്ലോ. ജീവിതത്തിൻ്റെ വലിയൊരു അനുഭവമാണ് നാം കേൾക്കാൻ പോകുന്നത്. അതിനായി ഇനിയുള്ള സമയം ഞാൻ ദൈവദാസിക്ക് വേർതിരിച്ചു തരികയാണ്. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. താങ്ക് യു. ആമേൻ. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ടതായ ഈ നല്ല പകൽക്കാലത്തെ ഓർത്ത് ഞാൻ എന്റെ ദൈവത്തിന് നന്ദി പറയുന്നു. ഇങ്ങനെ ഒരു വേദി എനിക്കിവിടെ സ്തോത്രം ഒരുക്കി തന്ന ജോയ്സ് ടിവിയോട് വളരെയധികം നന്ദി അറിയിക്കുന്നു. വളരെ നാളുകൾക്ക് മുമ്പ് ഞാൻ ഈ നമ്പർ എടുത്ത് ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്നതാണ് സ്തോത്രം. എന്നാൽ ഒന്ന് വിളിക്കുവാൻ കഴിഞ്ഞില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ സ്തോത്രം ഇതിലൂടെ വരുന്ന സാക്ഷ്യങ്ങൾ ഞാൻ കേൾക്കാറുണ്ട്. സ്തോത്രം കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. എന്നാൽ എനിക്ക് ഇന്നൊരു അവസരം ഒരുക്കി തന്ന ജോയ്സ് ടിവിയോടും പ്രേക്ഷകരോടും യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. ദൈവം ധാരാളമായിരിക്കട്ടെ. ഈ ടി അനേക പ്രിയപ്പെട്ടവർക്ക് ആശ്വാസവും അല്ലെങ്കിൽ വിടുതലുമായിരിക്കുന്നു. അനേകരുടെ സാക്ഷ്യം ഇങ്ങനെ ആന്റി ഇതുപോലെ അറിയിക്കുന്നത് കൊണ്ട് കേൾക്കുന്ന അവർക്ക് ഒരു ഉറപ്പും ധൈര്യത്തിനും ഇത് കാരണമായി തീരുന്നത് ഓർത്ത് ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് ഇതിനെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. അനേകർക്ക് ഇത് പ്രയോജനമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും സ്തോത്രം ചെയ്യുന്നു. എന്റെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ, ഞാൻ സ്തോത്രം ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട ആളല്ല. എന്റെ പേര് ജെസി ജോയി എന്നാണെങ്കിൽ പോലും എന്റെ യഥാർത്ഥ പേര് രത്നമ്മ എന്നാണ്. ഞാനൊരു സ്തോത്രം ഹിന്ദു കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഒരു വ്യക്തിയാണ്. എന്റെ നാട് പത്തനംതിട്ട വാര്യാപുരം എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. അവിടെ അല്ലെങ്കിൽ എന്റെ എന്റെ പിതാവിന്റെ പേര് രാഘവൻ, എന്റെ അമ്മയുടെ പേര് തങ്കമ്മ. ആശുപത്രം അവരിൽ 5 മക്കളാണ് അവർക്കുള്ളത്. 5 മക്കളിൽ 4ാമത്തെ മകളാണ് ഞാന്. ഹല്ലേലൂയ. സ്തോത്രം. ഞങ്ങൾ വലിയ സാമ്പത്തികം ഉള്ളവരല്ലെങ്കിലും, ഞങ്ങൾ എന്റെ മാതാപിതാക്കൾ കൂലിപ്പണിക്കാരൊക്കെ ആണെങ്കിലും പട്ടിണി ഇല്ലാതെ, ഒത്തിരി പട്ടിണികളൊക്കെ ഉണ്ടെങ്കിലും ആ കാലങ്ങളില് കുറെയൊക്കെ സ്തോത്രം മുൻപോട്ട് ജോലി ചെയ്താണെങ്കിലും ഞങ്ങൾ മുൻപോട്ട് പോയി. ഒത്തിരി ബുദ്ധിമുട്ടും ഭാരങ്ങളും ഒക്കെ അതിന്റെ മധ്യത്തിൽ വന്നെങ്കിലും ഹല്ലേലൂയ സ്തോത്രം, ഞങ്ങളെ ദൈവം സ്തോത്രം ആ പശ്ചാത്തലത്തിലാണ് ഞാൻ വളർന്നു വരുന്നത്. കാരണം എന്റെ പിതാവാണെങ്കിൽ
അല്ലെങ്കിൽ സ്വത്ര ഹൈന്ദവ പാരമ്പര്യത്തിൽ നിന്ന് അറിയാമല്ലോ. ആ സ്വത്രം ഒരു ഭവനത്തിൽ ഒരു മുറി മുഴുവനും സ്വത്ര അമ്പലമാണ്. അമ്പലം എന്ന് പറഞ്ഞാൽ ഒരു മുറിക്കകം മുഴുവനും എത്ര ദൈവങ്ങളുണ്ടോ 33 ദൈവങ്ങളെ കൊണ്ട് വെച്ച്, അത് മാത്രമല്ല സ്വത്രം അവര് സേവിക്കുന്ന പാരമ്പര്യത്തിന്റെ ചില ദൈവങ്ങളും കൂടി അവിടെയുണ്ട്. സ്വത്രം അങ്ങനെയുള്ള കുറെ ദൈവങ്ങളും മുറ്റത്തും പറമ്പിലും ഒക്കെ ആയിട്ട് മരത്തേലും അത് അല്ലെങ്കിൽ കുരിയാല വെച്ച് അങ്ങനെയുള്ള അമ്പലങ്ങളും വെച്ച് അങ്ങനെ പൂജിച്ചു കൊണ്ടുപോരുന്ന ഒരു ഭവനത്തിലാണ് ഞാൻ വളർന്നു വരുന്നത്. അതിൻ്റെ അകത്ത് രാവിലെ സ്വത്രം ഞങ്ങളുടെ ഭവനത്തിൽ വൈകിട്ടും ഒക്കെ തൂത്തുവാരി എല്ലാം ചാണകവെള്ളം എല്ലാം കുടഞ്ഞ് നിലവിളക്ക് കത്തിച്ച് അല്ലെങ്കിൽ നാമം ജപിച്ചും അങ്ങനെ ഓരോ മുക്കിലും മൂലയ്ക്കും വെച്ചിരിക്കുന്ന ദൈവത്തിന് കൊണ്ടുവന്ന് വിളക്ക് കത്തിച്ചും ഒക്കെ കണ്ട് വളർന്ന് അങ്ങനെയാണ് ഞങ്ങൾ വളർന്നു വരുന്നത്. എങ്കിലും അതിന്റെയൊക്കെ മധ്യത്തിലാണെങ്കിലും വീട്ടിലെ സ്വസ്ഥതയും സമാധാനം ഇല്ലാത്ത ഒരവസ്ഥയും ഉണ്ട്. കാരണം എൻ്റെ അമ്മ വൈശാചികമായ ഒരു വല്ലാത്ത പിടിയിൽ ആയതുകൊണ്ട് മറ്റുള്ളവരെ അനുസരിക്കുവാനോ അല്ലെ മറ്റുള്ളവർക്ക് കീഴ്പ്പെടുന്ന ഒരു അനുഭവം എൻ്റെ മാതാവിനില്ല. കാരണം എൻ്റെ പിതാവ് മദ്യപാനിയോ അങ്ങനെയൊന്നും അല്ല, ഒരു യഥാർത്ഥ അമ്പലഭക്തി പോലെ എൻ്റെ പിതാവ് ഇങ്ങനെ കടന്നു പോകുന്നുവെങ്കിലും അല്ലെങ്കിൽ സ്വതന്ത്ര ഒരു വഴക്കോ മല്ലോ ഒന്നും എൻ്റെ പിതാവിന്. പക്ഷെ എൻ്റെ മാതാവ് അങ്ങനെയല്ല, പൈശാചികമായി ഒരു ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അമ്മ വളരെ സ്വത്രം ബുദ്ധിമുട്ട് ഭവനത്തിൽ ഉണ്ടാക്കുമായിരുന്നു. അച്ഛനും അമ്മയും കൂടി ഏത് സമയം വഴക്കും ശണ്ടയും പ്രശ്നമായി. ഈ ദൈവങ്ങൾക്കെല്ലാം അവര് മാസം തോറും വെച്ചുപൂജകളും ഒക്കെ ചെയ്താലും അവർക്ക് കള്ളു കൊടുക്കുന്നു, മുറുക്കാൻ വെക്കുന്നു, അമ്പലങ്ങളിൽ പോകുന്നു, നേർച്ചകൾ ചെയ്യുന്നു, എന്നിട്ടൊന്നും ഈ കുടുംബത്തിനകത്തൊരു സമാധാനമോ സന്തോഷമോ കണ്ടിട്ടില്ല. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് ഞാൻ വളർന്നു വരുന്നത്. അത് മാത്രമല്ല എൻ്റെ ജനനം തന്നെ ഒരു അത്ഭുതം തന്നെയാണ്. കാരണം എൻ്റെ അമ്മയ്ക്ക് ഞാൻ വയറ്റിലുള്ളപ്പോൾ മാസം തികഞ്ഞ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സ്വത്ര അവിടെ പെയിൻ വന്നപ്പോ അമ്മ ആശുപത്രിയിലേക്ക് കൊണ്ടുചെന്ന് രാത്രി 7 മണി 8 മണി എങ്ങാണ്ടായി അടുത്ത എലന്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ കൊണ്ടുചെന്നിട്ട് അവര് ആ നേഴ്സ് നോക്കിയിട്ട് പറഞ്ഞു, ഇപ്പോഴൊന്നുമില്ല, നിങ്ങള് സ്വത്രം അതുകൊണ്ട് വേറെ കൊണ്ടുപോക്കുമെന്ന് പറഞ്ഞു അമ്മ ഇങ്ങി വിടുവാനിടയായി. അമ്മയുടെ അമ്മയെ എല്ലാം കൂടെ അച്ഛനും എല്ലാം കൂടിയാ പോയത്. പക്ഷേ ബസ്സിൽ കയറി വാര്യാപുരം ജംഗ്ഷനിൽ വന്നിറങ്ങി പകുതിയായപ്പോ അമ്മയ്ക്ക് പെയിൻ വീണ്ടും തുടങ്ങി. സ്വത്രം അമ്മയ്ക്ക് പെട്ടെന്ന് കുഞ്ഞു പുറത്തോട്ട് പോരുമോ എന്ന് അമ്മയ്ക്ക് തോന്നിയിട്ട് ഡ്രൈവറോട് പറഞ്ഞു ഇവിടെ ഇറങ്ങണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇറങ്ങി ബസ്സിൽ നിന്ന് ഇറങ്ങി റോഡിൽ നിന്ന് അല്പം മുന്നിന് മുമ്പേ എന്നെ എൻ്റെ അമ്മ വഴിയിൽ പ്രസവിക്കുവാനിടയായി. അന്ന് ക്രിസ്മസിന്റെ ഒരു ഘോഷത്തിന്റെ സമയങ്ങളായിരുന്നത് കൊണ്ട് രാത്രിയിലുമാണ് എന്ത് സംഭവിക്കുന്നത്. അമ്മ എന്നോട് ഇതൊക്കെ പലരും അത് തന്നെയല്ല നാട്ടിലുള്ളവരൊക്കെ എന്നോട് പറയാറുണ്ട്. ഞാൻ വളർന്നു കഴിഞ്ഞപ്പോ എന്നെ അങ്ങനെ വഴി കുഞ്ഞെന്നൊക്കെ വിളിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വീട്ടിലുള്ളവർ പറഞ്ഞ് എനിക്കറിയാം. പക്ഷേ ഇപ്പോഴാണ് ഞാൻ അത് ചിന്തിക്കുന്നത്. കാരണം ഞാൻ ആ സമയത്ത് എൻ്റെ അമ്മ എന്നെ ആ റോഡിൽ പ്രസവിച്ചിരുന്നെങ്കിൽ സ്വത്രം ഒരുപക്ഷെ ആ വണ്ടിയുടെ ചാട് എന്റെ തലയിൽ കൂടി കയറിപ്പോവും, ഞാൻ അരഞ്ഞു പോകുമായിരുന്നു. പക്ഷേ എന്നെ കുറിച്ച് ദൈവത്തിന് വലിയൊരു പദ്ധതി ഉണ്ടായിരുന്നത് കൊണ്ട് കർത്താവ് എന്നെ അവിടെ താങ്ങി. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ ഒരു അനുഭവം കൂടെ എന്റെ ജീവിതത്തിലുണ്ട്. ഞാൻ ഒരു വാക്യം ഞാൻ വായിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം ഹല്ലേലൂയ സ്തോത്രം 12-ാം അധ്യായത്തില് അബ്രഹാമിനെ വിളിച്ചിറക്കിയതുപോലെ ദൈവം എന്നെയും വിളിച്ചിറക്കി. ഹല്ലേലൂയ. 33 കോടി ദൈവങ്ങളെ നമുക്കറിയാം അബ്രഹാം എങ്ങനെയായിരുന്നു, ഏത് അവസ്ഥയിലായിരുന്നു എന്ന്. ഹല്ലേലൂയ. അബ്രഹാം വിഗ്രഹങ്ങളെ ഉണ്ടാക്കി വിൽക്കുന്ന ഒരു തൊഴിലേർപ്പെട്ട തേരകിന്റെ മകനായി ജനിച്ച അബ്രഹാം ദൈവം വിളിച്ചിറക്കി. ഹല്ലേലൂയ സ്തോത്രം. അബ്രഹാമിനോട് അരുളി ചെയ്തത് ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും ഹല്ലേലൂയ സ്തോത്രം വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോവുക. ഇത് അബ്രഹാം മാത്രമാണ് കേട്ടത്. ആ ഭവനത്തിൽ പലരുമുണ്ട്. ഹല്ലേലൂയ. ലോത്തുണ്ട്, ആ ലോത്തിന്റെ പിതാവുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ആ ഭവനത്തിൽ സാറയുണ്ട്. പക്ഷെ അവരാരും ആ ശബ്ദം കേട്ടില്ല. ആ ശബ്ദം കേട്ടത് അബ്രഹാം മാത്രമാണ്. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് എവിടേക്ക് പോകണമെന്ന് അറിയാതെ അബ്രഹാം തിരിഞ്ഞു എന്ന് പറഞ്ഞതുപോലെ എന്റെ 12-ാമത്തെ വയസ്സിൽ കർത്താവിനെ കണ്ടുമുട്ടുവാൻ കഴിഞ്ഞെങ്കിലും അത് ദൈവം എന്നോട് മാത്രമാണ് പറഞ്ഞത്. കാരണം അതുവരെ സമാധാനവും സന്തോഷവും ഇല്ലാതെ ജീവിക്കുന്ന എന്റെ ജീവിതത്തിൽ അടുത്ത് സ്തോത്രം പെന്തക്കോസിന്റെ അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആ പെന്തക്കോസുകാരൊക്കെ താമസിക്കുന്നെങ്കിലും അവരെ ഒന്നും ഞങ്ങൾക്ക് ഇഷ്ടമില്ല. കാരണം അവരാരും അതിലേ പോവുമോ, ഞങ്ങളുടെ അതിലേ പോകുന്ന തന്നെ ഞങ്ങൾ കളിയാക്കാറുണ്ട്. പെന്തക്കോസുകാരെ കളിയാക്കിയിട്ട് പാസ്റ്റർമാരെ കള്ളന്മാരെന്നും
സ്തോത്രം അവര് കപ്പയും മീനും തിന്നാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഒത്തിരി പരിഹസിച്ച് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ വീടിന്റെ കുറെ എന്നാൽ അവിടുത്തെ പാട്ടും പ്രാർത്ഥനയും ഞങ്ങൾക്ക് ഇവിടെ കേൾക്കാം. ഭയങ്കര ആരാധനയൊക്കെ നടക്കുമ്പോൾ പാസ്റ്ററിനെ പോകുമ്പോ ശമുവേൽ എന്നാണ് ദൈവദാസന്റെ പേര്. ഞങ്ങൾ ശമുവേൽ പോകുന്നൊക്കെ പറയും. കാരണം അങ്ങനെ ഉള്ള ഒരു അവസ്ഥയിൽ, കാരണം നമ്മൾക്ക് അറിയത്തില്ലല്ലോ ഈ സത്യം എന്താണെന്ന്, വേദവസ്തു എന്താണെന്ന് നമുക്കറിയത്തില്ല, നമ്മളെ പഠിപ്പിച്ചിട്ടുമില്ല. നമ്മൾ ആ ഭാഗത്തോട്ടൊക്കെ ബന്ധക്കോസുകാരുടെ ഇടയിലോ അല്ലെ സ്വതന്ത്രം മറ്റുള്ളവരുടെ ഭവനങ്ങളിലോ ഒന്നും ഞങ്ങൾ പോകാറില്ല, ഞങ്ങളെ വിടാറുമില്ല, അവരെ ആരെയും ഞങ്ങളുടെ വീടുകളിൽ കയറ്റാറുമില്ല. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഒത്തിരി പരിഹസിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ അവർ ഞങ്ങളെ എതിര് പറയുവോ ഞങ്ങളോടൊന്നും പറയുവോ ഒന്നുമില്ല. കുഞ്ഞുങ്ങളല്ലേ, ഒന്നും അറിയത്തില്ലല്ലോ. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ആ ഒരു അവസ്ഥകളിൽ നിന്ന് ഞങ്ങൾ അവരെ ഒത്തിരി നിന്ദിക്കുകയും പഠിക്കുകയും അന്യഭാഷ പറയുന്നത് മറുഭാഷ പറഞ്ഞുകൊണ്ട് നടക്കുകയാണെന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്ന ഒരു ചെറുപ്രായം എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ എന്റെ മാതാപിതാക്കളുടെ ഭവനത്തിൽ എന്റെ അമ്മയുടെ കുടുംബവും ഞങ്ങളുടെ കുടുംബവും അടുത്തടുത്തായോണ്ട് എന്റെ അമ്മയുടെ കുടുംബക്കാരും ആങ്ങളെയും അമ്മയുമായിട്ട് ഭയങ്കര വഴക്കും, നാത്തൂനുമായിട്ട് ഭയങ്കര വഴക്കും, അങ്ങനെ അടിയും പിടിയും വഴക്കും പ്രശ്നം. അങ്ങനെയുള്ള സമയത്ത് ഞങ്ങൾ അവിടുന്ന് വിറ്റ് ഒരു 4-5 കിലോമീറ്റർ ദൂരം മാറി മാറി താമസിക്കാം. അപ്പൊ അവിടെ വന്നപ്പോ സ്തോത്രം എല്ലാം ക്രിസ്ത്യൻസ് ആണ് കൂടുതലും ഉള്ളത്. ക്രിസ്ത്യൻസ് ഉണ്ട്, പെന്തക്കോസ്തുകാരായിരിക്കുന്ന ദൈവമക്കളും ആ ഭാഗങ്ങളിലുണ്ട്. എങ്കിലും അങ്ങനെ അവിടെ പോകുന്നെങ്കിലും പെന്തക്കോസ്തുകാരുടെ ഭവനത്തിൽ ഞങ്ങൾ പോകാൻ തുടങ്ങി. എങ്കിലും അവരുടെ പ്രാർത്ഥനയ്ക്കൊന്നും ചെന്ന് കയറുകയില്ല. അവിടെ ചെന്ന് അവരുമായിട്ട് സംസാരിക്കുമെന്നുള്ളതല്ലാതെ അവരുടെ പ്രാർത്ഥനയ്ക്ക് ചെല്ലുവോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇടപെടുകയോ ചെയ്യത്തില്ല. എന്നാൽ ഒരു 12ാമത്തെ വയസ്സ് വരെ ഞാൻ ഈ പറഞ്ഞല്ലോ ഹൈന്ദവ പാരമ്പര്യത്തിന്റെ ചുറ്റുപാടുകളിൽ എന്റെ അമ്മ, എനിക്കൊരു പ്രത്യേകതയുണ്ട്, അമ്മ അമ്പലത്തിലൊന്നും പോകാറില്ല. അമ്മ കുരിശുമുട്ടി പോയി ഒരു മെഴുകുതിരി കത്തിക്കും, അല്ലെങ്കിൽ അവിടെ ഒരു രൂപ ഇടും. ഇതാണ് എന്റെ അമ്മ ചെയ്യുന്നത്. കാരണം അമ്മ അമ്പലത്തിൽ പോയൊന്നും ഞങ്ങൾക്ക് കണ്ടിട്ടില്ല. പക്ഷെ അതിലൂടെ എന്റെ അപ്പനും എന്റെ ചേച്ചി, എനിക്ക് 2 ചേച്ചിമാരും 2 ആങ്ങളമാരുമാണ് ഉള്ളത്. മൂത്ത ആങ്ങള ആ സമയങ്ങളിലൊക്കെ ഗൾഫിലാണ്. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ഇരിക്കും. എന്റെ ഇളയതാണ് ഒരു സഹോദരനുള്ളത്. അപ്പൊ ഞങ്ങൾ വിറ്റ് അവിടെ വരുമ്പോ അവിടെ അടുത്ത് ഒരു പെന്തക്കോസ്തിന്റെ IPCയുടെ ഒരു സഭയുണ്ട്. അവിടെ 21 ദിവസം ഒരു വീട്ടിൽ പ്രാർത്ഥന നടക്കുക. അപ്പം പ്രാർത്ഥന നടന്നപ്പോ ഞങ്ങളുടെ അടുത്തുള്ള സഹോദരി, എന്റെ പ്രായക്കാര് പിള്ളേരും ഉണ്ട്, മറ്റുള്ള സഹോദരിമാര്, അങ്ങനെ കുറെ ദിവസങ്ങളായപ്പം അവരെന്നോട് വന്ന് പറഞ്ഞു, എടി കുഞ്ഞെ നീയും വരുന്നുണ്ടോ? ചുമ്മാ നമ്മൾ ഇവിടെ ഇരിക്കുവല്ലേ, നിനക്കും പ്രാർത്ഥനയ്ക്കൊക്കെ വരാം എന്ന് പറഞ്ഞ് എന്നെ കൊണ്ടുപോകാനിടയിൽ. ഞാൻ പറഞ്ഞു, എന്നാ ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ ഞാനും കൂടെ വെറുതെ പോവല്ലേ, ഒന്ന് പോട്ടെ എന്ന് ചോദിച്ചു. ഞാനിങ്ങനെ ചെന്ന് ചേരുമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഉണ്ടാകുമെന്നൊന്നും ആർക്കും അറിയത്തില്ലല്ലോ. അങ്ങനെ എന്തായാലും അന്ന് അങ്ങ് പോയി. അവിടെ പോയി അവിടെ അന്ന് 21 ദിവസത്തെ പ്രാർത്ഥന നടക്കുമ്പോ അവിടെ ഭയങ്കര അന്നത്തെ സമയത്തെ ഉണർവിന്റെ സമയമാണ്. അനുഗ്രഹിക്കപ്പെട്ട കർത്തൃദാസന്മാരാ. കാരണം സ്തോത്രം അവര് തലയിൽ കൈവച്ച് കഴിഞ്ഞാൽ സ്തോത്രം അത്ഭുതങ്ങളാണ് നടക്കുന്നത് അവർക്ക്. സ്തോത്രം. അങ്ങനെ കുഞ്ഞുങ്ങളായിരിക്കുന്ന ഞങ്ങള് കുറെ കുഞ്ഞുങ്ങളുണ്ട്, പ്രാർത്ഥനയ്ക്ക് ചെന്ന് പുറകിൽ കയറിയിരുന്നു. അപ്പൊ അവിടെ മുൻപിലിരുന്ന ദേവദാസന്മാര് പറഞ്ഞു, ഈ കുഞ്ഞുങ്ങളെല്ലാം മുൻപോട്ട് വന്നിരുന്നേ, അവർക്കറിയത്തില്ലല്ലോ ഞാൻ ഏത് അവസ്ഥയിൽ ചെന്നതാണെന്നോ ഞാൻ ആരാണെന്നോ ഒന്നും അറിയത്തില്ല. ഞാൻ അവരുടെ കൂടെ ഇവരെങ്ങനെയാണ് അന്യഭാഷ ചാടുന്നത്, അവരെ ഒന്ന് കളിയാക്കാം, അല്ലെങ്കിൽ പുറത്തിറങ്ങി വന്നിട്ട് അവരെ ഒന്ന് കളിയാക്കാം, അല്ലെങ്കിൽ ഇതൊക്കെ ഒന്ന് കണ്ട് രസിക്കാമെന്ന് ഓർത്തൊക്കെ ഞാൻ പോയതാ. പക്ഷേ ഞാൻ അവിടെ ചെന്നിട്ട് ഞങ്ങളെ എല്ലാവരെയും ഒരു 10-12 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ആ 12 പിള്ളേരെ വിളിച്ച് മുൻപിലിരുത്തിയിട്ട് ആരാധന തുടങ്ങിയപ്പോ അവര് പറഞ്ഞു, നിങ്ങൾ കണ്ണടച്ച് സ്തോത്രം യേശുവിന്റെ രക്തം പറഞ്ഞ്, ആരും കണ്ണു തുറക്കല്ല്, യേശുവിന്റെ രക്തം പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കണമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. എല്ലാവരും അന്ന് പാട്ട് തുടങ്ങി, ആരാധന തുടങ്ങി. അല്ലെങ്കിൽ ഒരു പാട്ട് കഴിഞ്ഞ് 2 പാട്ട് പാടി എല്ലാവരും അന്നത്തെ ദിവസത്തിലെ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ എല്ലാവരും ആരാധിച്ച് ഇങ്ങനെ ഞാനും ഇങ്ങനെ കൈയടിച്ച് സ്തോത്രം പറഞ്ഞ് യേശുവിന്റെ രക്തം പറഞ്ഞിരിക്കും. അപ്പൊ കട തുറക്കരുതല്ലോ. അങ്ങനെ പറഞ്ഞിരിക്കുന്ന സമയത്ത് ഞാൻ ഇരിക്കുന്ന ഇടം അങ്ങ് മറന്നുപോയി. എവിടെയാണ് ഇരിക്കുന്നത്, എങ്ങനെയാണ് ഇരിക്കുന്നത്, അവിടെ എന്ത് സംഭവിക്കുന്നെന്ന് എനിക്കറിയില്ല. കാരണം സ്തോത്രം ആ സമയത്തെ ഏതവസ്ഥയാണെന്ന് പോലും എനിക്ക് അറിയാത്ത രീതിയിൽ ഒരു വല്ലാത്ത ശക്തി, എനിക്ക് പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത, ഞാനങ്ങ് എഴുന്നേറ്റെന്ന് സ്തോത്രം തുള്ളുവായിരുന്നോ ചാടുവായിരുന്നോ എന്നൊന്നും അറിയത്തില്ല.
പക്ഷേ അവിടെ വലിയൊരു അത്ഭുതം നടക്കുവാനിടയായി. കർത്താവ് എന്നെ അഭിഷേകത്താൽ അങ്ങ് നിറച്ചു. ദൈവത്തിന്റെ സ്തോത്രം. അപ്പോ ഹല്ലേലൂയ സ്തോത്രം. അവിടെ ഇരുന്ന ദൈവദാസൻ ചോദിച്ചു, ഈ കുഞ്ഞ് ആരുടെ കൂടെ വന്ന? അപ്പൊ എന്റെ കൂടെ ഇരുന്ന സഹോദരിമാര് പറഞ്ഞു, ഞങ്ങളുടെ കൂടെ വന്ന അതിന് സ്തോത്രം, ഇത് കർത്താവിന് വേണ്ടിയുള്ള ഒരു കുഞ്ഞാണല്ലോ. അന്നേരം അവർ പറഞ്ഞു, എന്റെ കർത്താവിന്റെ ദാസന്മാർ അല്ലെ, അതൊരു ഹൈന്ദവ കുടുംബത്തിൽ ഞങ്ങളുടെ കൂടെ കൂട്ടിന് വന്ന കൊച്ച. അതിനെ സ്തോത്രം അല്ല, അത് കർത്താവിന് വേണ്ടി നിൽക്കുന്ന ഒരു കുഞ്ഞ. അതുകൊണ്ട് അവളെ എങ്ങനെങ്കിലും വളർത്തിയെടുക്കുവാൻ കഴിയുമോ എന്ന് സ്തോത്രം. അപ്പോൾ എന്റെ ഹൃദയത്തിനകത്ത് വളരെ സന്തോഷം. എനിക്ക് ഇതിനകത്ത് യേശുവിനെ അറിയണം, യേശുവിനുമായി ജീവിക്കണം എന്നുള്ള ഒരു തീരുമാനം ഉള്ളിൽ വന്നപ്പോ ഞാൻ കർത്താവിന്റെ ദാസനോട് പറഞ്ഞു, കർത്താവിനെ എനിക്ക് സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കണം, ഈ കർത്താവിനെ എനിക്ക് വേണം. തിരിച്ചറിയാനായില്ല, 12 വയസ്സെങ്ങാണ്ടേ ഉള്ളൂ. ആ സ്തോത്രം ഒന്നും അറിയത്തില്ല. ആ സ്തോത്രം. അപ്പൊ അവര് പറഞ്ഞു, ഈ സ്തോത്രം അങ്ങനൊന്നും ചെയ്യാൻ പറ്റുകയില്ലല്ലോ, വീട്ടിലുള്ളവര് എന്ത് പറയും എന്നവര് ചോദിച്ചു. ഞാൻ പറഞ്ഞു, വീട്ടിലുള്ളവരൊന്നും അറിയത്തില്ല, എനിക്ക് വീട്ടിലുള്ളവരോടല്ല, എനിക്ക് എന്റെ യേശുവിനെ അറിയണമെന്ന് പറഞ്ഞു. അങ്ങനെ എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് കർത്താവിന്റെ സ്തോത്രം ആരാധനയ്ക്ക് പോകാനുള്ള തീരുമാനത്തിൽ ഞാൻ മടങ്ങി വീട്ടിൽ ചെന്ന് സ്തോത്രം പറയാനൊക്കെ ഒന്നും പറയാനൊക്കത്തില്ല. പിറ്റേ ദിവസം ഞാൻ പ്രാർത്ഥനയില് പ്രാർത്ഥിക്കണമെന്ന് എന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ അവരുടെ കൂട്ടത്തിൽ ആരാധനയ്ക്ക് പോകാൻ തുടങ്ങി. ഞാൻ കുഞ്ഞായോണ്ട് ആരും എന്നെ അത്ര വലിയ വിലക്ക് ഒന്നും തോന്നില്ല. ആ ആഴ്ചയിൽ തന്നെ അവിടെ സ്നാനം നടക്കുക. നിങ്ങൾ 12 പേരുണ്ട്. ആ 12 പേര് ഞാനും വേറൊരു സഹോദരി മാത്രമേ ഉള്ളൂ. പിന്നെ ഹൈന്ദവ പാരമ്പര്യത്തിന് വിശ്വാസത്തിൽ പറഞ്ഞ ഒരു സഹോദരിയോടുണ്ട്. അവർക്ക് 10-22 വയസ്സുണ്ട്. എനിക്ക് മാത്രമേ ഉള്ളത്. അതിൽ ഞങ്ങൾ രണ്ടും മാത്രമേ ഉള്ളൂ ഹൈന്ദവ പാരമ്പര്യം. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് സ്നാനപ്പെടണമെന്ന് പറഞ്ഞു. അപ്പൊ സ്നാനപ്പെടണമെന്ന് പറഞ്ഞപ്പോ ദൈവദാസന്മാര് പറഞ്ഞു, എന്റെ കുഞ്ഞെ എങ്ങനെ സ്നാനപ്പെടുത്തും? നിന്നെ സ്നാനപ്പെടുത്താനൊക്കത്തില്ല, കാരണം അവര് വന്ന് പ്രശ്നം ഉണ്ടാക്കും. അന്നത്തെ സമയത്ത് വലിയ പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ പോലും ഞങ്ങളുടെ വീട്ടിൽ ആരും സമ്മതിക്കത്തില്ല. സ്നാനപ്പെട്ട് കാതിലും കഴുത്തിലും പറിച്ച് അവിടെ നടക്കുവാനൊന്നും അവര് സമ്മതിക്കത്തില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് സ്നാനപ്പെടണമെന്ന് പറഞ്ഞു. അങ്ങനെ നിർബന്ധം കൊണ്ട് എന്റെ അന്നാരത്തെ ആ നിർബന്ധം, അന്നാരം ദൈവദാസന്മാര് പറഞ്ഞു ആട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ വീട്ടുകാരും ഒന്നും അറിയാതെ പോയി അങ്ങ് സ്നാനപ്പെട്ടു. എന്തായാലും എനിക്ക് അന്നാരം അവര് തന്നെ സ്തോത്രം എന്നോട് പറഞ്ഞിരുന്നു, ഒരു ജോഡി തുണിയോടെ എടുത്തുകൊള്ളണം എന്ന് പറഞ്ഞ് ഞാൻ രഹസ്യത്തിൽ അതുമൊക്കെ എടുത്തുകൊണ്ട് പോയി ഞാൻ അന്ന് സ്നാനപ്പെട്ട് തിരുവത്താഴമൊക്കെ കഴിഞ്ഞ് ഞാൻ ഭവനത്തിൽ വന്നു. ഹല്ലേലൂയ സ്തോത്രം. കാതിലെയും കഴുത്തിലെയും ഒക്കെ മാറ്റി. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിന്റെ ആരംഭം, ക്രിസ്ത്യ ജീവിതം ഒക്കെ കൊച്ചു പ്രായത്തിൽ തുടങ്ങുകയാണ്. അപ്പോൾ അവരെനിക്ക് അവിടെ ഉണ്ടായിരുന്ന ദൈവദാസന്മാരൊക്കെ എനിക്ക് താങ്ങും തണലുമായിരുന്നു. അവരെന്നെ സ്തോത്രം എനിക്ക് ആശ്വാസം പകർന്നു. അങ്ങനെ ഇരിക്കുമ്പോ എന്റെ കാലയിൽ ഒരു ചെറിയ മുറിവുണ്ടായി. ആ കാലയിലെ മുറിവ് കാരണം എന്റെ വീട്ടുകാരെന്റെ പ്രാർത്ഥനയ്ക്ക് തടസ്സം പറഞ്ഞില്ല. കാരണം അത് മരുന്നൊന്നും ചെയ്തിട്ട് കുറഞ്ഞില്ല. ഇപ്പോഴും അതിന്റെ പാടുണ്ട്. ഒരു വലിയ മരുന്ന് ചെയ്യുന്തോറും അതങ്ങ് കുഴിഞ്ഞ് താഴോട്ട് പോയി. ഒരു വലിയ കുഴി പോലെയായി എന്റെ കാലം. എനിക്ക് നടക്കുവാൻ കഴിയത്തില്ല, താഴോട്ട് തുണി വെക്കാൻ കഴിയത്തില്ല. അങ്ങനെ ആയപ്പോ ആ ദൈവദാസൻ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ച് എണ്ണ പുരട്ടി. ആ എണ്ണ പുരട്ടിയതോടുകൂടെ എന്റെ കാലിന് കരിവ് സംഭവിച്ചതുകൊണ്ട് എന്റെ വീട്ടുകാരെന്നെ തടഞ്ഞില്ല. ഞാൻ അങ്ങനെ ആരാധനയ്ക്ക് പോകാൻ തുടങ്ങി. അങ്ങനെ ഏതാണ്ട് എനിക്ക് തോന്നി 1 വർഷത്തോളം ഞാൻ ആരാധനയ്ക്ക് പോയി. ആരാധനയ്ക്ക് അങ്ങനെ പോയി സന്തോഷത്തോടെ ഞാൻ പ്രാർത്ഥനയിലും പങ്കെടുക്കും. അങ്ങനെ ഇരിക്കുമ്പോ എന്റെ ചേച്ചിയുടെ വിവാഹം നടക്കുന്നു. ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞ് ചേച്ചിയുടെ ഹസ്ബൻഡ് വീട്ടിൽ വന്നപ്പം ആ ചേട്ടനങ്ങ് ഭയങ്കര ബുദ്ധിമുട്ട്. എന്താണെന്നറിയാമോ? ഇങ്ങനെ ഒരുത്തി പെന്തക്കോസ്തിൽ തുള്ളാൻ പോകുന്നു, കാതിലും കഴുത്തിലും വിടുക, നമുക്കത് നാണംകേടാണ്, എനിക്ക് അത് അപവാദമാണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ അമ്മയെ വീട്ടിലുള്ളവരെ എല്ലാം ഇളക്കാൻ തുടങ്ങി. അങ്ങനെ എന്നെ ആരാധനയ്ക്ക് പോകാതിരിക്കുക. അന്നേരം അവരൊക്കെ പറഞ്ഞു, ഈ കൊച്ചു ഹിന്ദു മതത്തിൽ നിന്നതല്ലേ, അപ്പോൾ ഹല്ലേലൂയ സ്തോത്രം, എങ്ങനെയാണ് അവൾക്കൊരു ചെറുക്കനെ ക്രിസ്ത്യാനികൾ കൊടുക്കത്തില്ല, ക്രിസ്ത്യ മതത്തിൽ നിന്ന് ഒരു ചെറുക്കനെ കിട്ടത്തില്ല, അവിടെ ഭാവി നഷ്ടപ്പെട്ടു പോകും, അതുകൊണ്ട് അതിനെ അങ്ങനെ വിട്ടാ പറ്റുകയില്ലെന്നൊക്കെ പറഞ്ഞ് എന്നെ പിന്തിരിപ്പിക്കുവാൻ എനിക്ക് വളരെ പ്രതികൂലം അപ്പോഴുണ്ടാകുവാൻ തുടങ്ങി. കാരണം ആരാധനയ്ക്ക് പോവുകയാണെങ്കിൽ സഹോദരൻ വിടത്തില്ല. ആരാധനയ്ക്ക് ഞാൻ അഥവാ പോയ അവിടെ വന്ന് എന്നെ അമ്മ വിളിച്ചുകൊണ്ട് പോരും. അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടി. ഞാൻ പറഞ്ഞു, കർത്താവേ, ഒരു ദിവസം ഞാൻ വാഴയുടെ ചൂട്ടിൽ ഒരു രാത്രി കഴിയേണ്ടി വന്നു. കാരണം വീട്ടിനകത്തോട്ട് കയറ്റിയില്ല. ഒത്തിരി ബുദ്ധിമുട്ട് ഞാൻ അനുഭവിക്കേണ്ടി വന്നു. ഞാൻ ആ സമയങ്ങളിലൊക്കെ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഞാൻ ഇറങ്ങി തിരിച്ചതാ, ഇനി എന്താ വാഴയുടെ മൂട്ടി കിടന്ന എന്തുവാ ഒന്ന് പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞിട്ട് എങ്ങനെയാണെന്നോ.
വാഴയുടെ വീട്ടിൽ അവിടെ ഇരുന്നു നേരം വെളുപ്പിച്ചു. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. കുഞ്ഞല്ലേ എങ്കിലും അവൾ ആ ഭാഗത്ത് അവിടെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ചു. എന്തിനാ ഇറക്കി വിട്ടത് വീട്ടിൽ നിന്ന്? ആരാധനയ്ക്ക് പോകുന്നത് കൊണ്ട് പോകുന്നത് അങ്ങ് അതുകൊണ്ട് ആരാധനയ്ക്ക് വിടത്തില്ല. പെരക്കകത്ത് കയറണമെങ്കിൽ ആരാധനയ്ക്ക് പോകണ്ട. അങ്ങനെയാണ്. അങ്ങനെ വന്ന് ആ ചേട്ടനും കൂടി അങ്ങ് വളരെ ഇതായി. 15 ഞാൻ സ്കൂളിൽ പോകണമല്ലോ, പഠിക്കണം. അപ്പൊ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവ് എനിക്ക് പ്രായമാകുമ്പോൾ, തിരിച്ചറിയാൻ ഓർമ്മയാകുമ്പോ എന്റെ കർത്താവ് എന്നെ സന്ദർശിക്കണം, ദൈവം എന്നെ കൊണ്ടുവരണം. ഞാനല്ലാതെ എന്ത് ചെയ്യും? എനിക്ക് ഇത്രയും പ്രായമല്ലേ ഉള്ളൂ, എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ കഴിയത്തില്ല, പഠിക്കണം സൂത്രം എന്നൊക്കെ ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം പ്രാർത്ഥനയ്ക്ക് പോയിച്ച് സ്കൂളിൽ പോയിച്ച് തിരിച്ചു വന്ന് പ്രാർത്ഥനയ്ക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോ എന്റെ തുണിയെല്ലാം എന്റെ ചേട്ടൻ വാരിയിട്ട് കരിച്ച് കുറ്റത്തിട്ടേക്കും. ഞാൻ നോക്കിപ്പോ എനിക്ക് സ്കൂളിൽ കൊണ്ടുപോകണം, യൂണിഫോം ഉണ്ട്, പുള്ളി തയ്ച്ചു തന്ന ചില യൂണിഫോമുകളുണ്ട്, അതെല്ലാം കൂടെ വാരി ഞാൻ ഇട്ടുകൊണ്ട് പോയ തുണിയല്ലാതെ മറ്റൊരു തുണിയും ഉണ്ടായിരുന്നില്ല. ഹല്ലേലൂയ, സ്തോത്രം. ബാക്കിയെല്ലാം കത്തിച്ച് എന്റെ വീട്ടുകാരെല്ലാം കൂടെ ചേർന്ന്. അപ്പൊ എനിക്ക് പോകാന് ആരാധനയ്ക്ക് പോകുവാൻ കഴിയാത്ത ഒരു സാഹചര്യം വന്നതുകൊണ്ട് പിന്നെ എനിക്ക് പോകാൻ പറ്റിയില്ല. പിന്നെ ഞാൻ അയലോക്കത്തു നിന്നുള്ള കുഞ്ഞുങ്ങളുടെ തുണി വാങ്ങിയാണ് ഞാൻ സ്കൂളിൽ കടന്നു പോയത്. പിന്നെ ഞാൻ പോകുന്നില്ല എന്ന് കണ്ടപ്പോൾ അവിടേക്ക് എനിക്ക് വസ്ത്രമൊക്കെ എടുത്തു തരുവാൻ തുടങ്ങി. പിന്നെ അങ്ങനെ ആ ഒരു കാലഘട്ടം എന്റെ ജീവിതത്തിൽ കടന്നുപോയി. പിന്നെ ഏതാണ്ട് വിശ്വാസ ജീവിതത്തിൽ വരുന്നത് 20 വയസ്സോളം ആയ പിന്നെയാണ് ഞാൻ അപ്പോഴത്തേക്ക് സ്വന്തം ഇഷ്ടപ്രകാരം വിവാഹം നടന്നു. എങ്ങനെയെല്ലാം ജീവിക്കാമോ ആ വിധത്തിലൊക്കെ ജീവിച്ചു. ലോകത്തിന്റെ മോഹങ്ങളിലൂടെ ഇറങ്ങിപ്പോയി. ദൈവത്തെ സ്തോത്രം, ദൈവം നമ്മുടെ ഉള്ളിലില്ല. ഏതെല്ലാം വിധത്തിൽ ജീവിക്കാമോ ആ വിധത്തിലൊക്കെ ഞാൻ ജീവിക്കുവാൻ തുടങ്ങി. അങ്ങനെ ജീവിതം വല്ലാത്ത ഒരു വിഷമസ്ഥാനത്തിലേക്ക് പോകേണ്ടി വന്നു. അതിനിടയിൽ സമാധാനമില്ലാതെ എന്റെ ആങ്ങളെ ഗൾഫിൽ നിന്ന് വന്നപ്പോ ഞാൻ ഇങ്ങനെ ആയിരുന്നു തീർന്നപ്പോ ഒത്തിരി വഴക്കും ശണ്ടയും പ്രശ്നങ്ങളും ഉണ്ടാക്കി. സോദരം അങ്ങനെ ആ ഒരു പ്രശ്നം അങ്ങനെ വന്നപ്പം ഇനിയും ജീവിച്ചിരിക്കേണ്ട ഓർത്ത് ഒരു കൈ ഗുളിക വാരി കഴിച്ചു. ആ ഗുളിക കഴിച്ച് എന്റെ ചേച്ചി കണ്ടതുകൊണ്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. സൂത്രം അന്ന് മരിക്കേണ്ട സ്ഥാനത്ത് ദൈവം ജീവനോടെ പുറത്തു കൊണ്ടുവന്നു. സൂത്രം അങ്ങനെ ഒരാഴ്ച ഹോസ്പിറ്റലിൽ കിടന്നു. സൂത്രം എന്റെ ആങ്ങളെ ഒന്നും തിരിഞ്ഞു നോക്കില്ല, മരിക്കാൻ തുടങ്ങിയതല്ലേ, അവള് മരിച്ചോട്ടെന്ന് കരുതി. പിന്നെന്തായാലും ദൈവം സ്തോത്രം എനിക്ക് ജീവൻ മടക്കി തന്നു. ഞാൻ അവിടെ മരിക്കുവാനിടയായില്ല. സ്തോത്രം അങ്ങനെ ഇരിക്കെ പിന്നെ സ്കൂളിൽ പോകുവാൻ തുടങ്ങി. സ്കൂളിൽ പോയെങ്കിലും 10ാം ക്ലാസ് പൂർത്തീകരിച്ചില്ല. കാരണം സ്വന്തം ദൈവത്തെ എന്റെ മനസ്സിലുണ്ട്. ദൈവത്തെ അറിഞ്ഞതുകൊണ്ട് എനിക്ക് പോകാൻ കഴിയാത്തത് കൊണ്ടായിരിക്കാം ഇതൊക്കെ സംഭവിക്കുന്നു എന്നോർത്ത് ജീവിതത്തിൽ വളരെ നിരാശയും ഭാരവും എന്റെ ജീവിതത്തിലുണ്ടായി. അങ്ങനെ എനിക്ക് ഇഷ്ടമുള്ള ഒരു വിവാഹം നടന്നു. ആ വിവാഹത്തിൽ എല്ലാം സന്തോഷവും സമാധാനം അവിടെ നിന്ന് ലഭിക്കുമെന്ന് വിചാരിച്ചു. എന്നാൽ അവിടെയും ജീവിച്ചില്ല. കാരണം ഒരു ക്രിസ്ത്യാനിയാണ് ഞാൻ വിവാഹം കഴിച്ചത്. ഞാൻ ഓർത്ത് ക്രിസ്ത്യാനിയെ വിവാഹം കഴിച്ചാൽ പള്ളിയിൽ പോകാമല്ലോ എന്നുള്ള ഒരു ചിന്തയാണ് എന്റെ ഉള്ളിൽ പെട്ടെന്ന് കയറി വന്നത്. കാരണം ഈ അബ്രഹാമിന്റെ ജീവിതത്തില് ദൈവം വാഗ്ദത്തം ചെയ്തിട്ട് അതിന് കാത്തിരിക്കാതെ സാറ നിർബന്ധിച്ച് ഹാഗറിന്റെ അടുക്കൽ പോയെന്ന് പറഞ്ഞതുപോലെ എന്റെ ജീവിതത്തിലും ഹാലലി അങ്ങനെയൊക്കെയുള്ള ചില അവസ്ഥ. ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മെ വിളിച്ചിറക്കിയെങ്കിൽ അതിനൊത്തവണ്ണം നമുക്ക് മുൻപോട്ട് പോകുവാൻ കഴിഞ്ഞില്ല എങ്കിൽ ജീവിതം അവിടെ ശൂന്യമാണ്, മുൻപോട്ട് പോകുവാൻ കഴിയത്തില്ല. ദൈവത്തിന് സ്തോത്രം. അത് മടങ്ങി വരുവോളം ദൈവം ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ജീവിതത്തിൽ കൊണ്ടിട്ട് ജീവിതത്തിൽ ഒരു സമാധാനവും സ്വസ്ഥതയില്ലാതെ മരിക്കുവാനാണ് ജീവിതത്തിൽ ആഗ്രഹിച്ചത്. എന്നാൽ മരണവും നടന്നില്ല. എന്നാൽ ആഗ്രഹിച്ച നിലയിൽ ഒരു വിവാഹം നടന്നു. എന്നാൽ അവിടെയും എനിക്ക് സമാധാനമില്ലാത്ത ഒരവസ്ഥ. ജീവിതത്തിനകത്ത് എന്തു ചെയ്യണമെന്നറിയാതെ ഹല്ലേലൂയ സ്തോത്രം ഒരു വല്ലാത്ത ഒരു അന്തരീക്ഷത്തിലൂടെ ഞാൻ കടന്നുപോയി. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ ഹസ്ബൻഡ് ജോയി എന്നാണ് പേര്. ഞങ്ങള് സന്തോഷത്തോടെ ആ ജീവിതം ചെയ്തെങ്കിലും എന്റെ മനസ്സിനകത്ത് വേണ്ടതുപോലെ ഒരു സന്തോഷമോ സമാധാനമോ ലഭിക്കുവാനിടയായില്ല. കാരണം ആ ഒരു വർഷം കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞ് ഒരു കുഞ്ഞുണ്ടായി, മകള്. ഹല്ലേലൂയ സ്തോത്രം. ആ മകള് സ്തോത്രം ഞാന് എങ്ങനെയെല്ലാം ആഡംബരത്തിൽ വളർത്തിയെടുക്കാമെന്നുള്ള ചിന്തയിലായിരുന്നു ആ നിമിഷങ്ങളിൽ.
അങ്ങനെയൊക്കെ സ്വത്രം കുഞ്ഞിന്റെ കാതൊക്കെ കുത്തി അങ്ങനെ വളരെ സന്തോഷത്തോടെ കുടുംബത്തിൽ പോയെങ്കിലും ജീവിതത്തിനകത്ത് ഒരു സമാധാനം കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. അപ്പോൾ എനിക്കറിയാം, അല്ലെങ്കിൽ ദൈവത്തിങ്കിൽ നിന്ന് ഞാൻ മടങ്ങി വന്നാലേ ഒരു സമാധാനം ഉണ്ടാകുകയുള്ളൂ എന്നെനിക്ക് നന്നായിട്ട് അറിയാം. അല്ലെങ്കിൽ ഞാൻ ദൈവത്തോടൊരു വാക്ക് പറഞ്ഞിരുന്നല്ലോ, ഞാൻ പ്രായമാകുമ്പോൾ എനിക്ക് തനിയെ നിൽക്കുവാൻ സമയമാകുമ്പോൾ കർത്താവെ നീ എന്നെ വിളിച്ചാൽ ആരെതിർത്താലും എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും ഞാൻ എന്റെ ദൈവത്തെ സേവിച്ച് നിൽക്കുമെന്ന് ഞാൻ വേഗം പറഞ്ഞു പോകട്ടെ. എന്നാൽ 20ാമത്തെ വയസ്സിൽ വീണ്ടും കർത്താവ് എന്നോട് ഇടപെട്ടു. ദൈവം എന്നോട് സംസാരിച്ചു. അല്ലെങ്കിൽ ഒരു കൺവെൻഷൻ പന്തലിൽ അല്ലെങ്കിൽ ഞാനും എന്റെ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് അല്ലെങ്കിൽ അവിടെ വാര്യാപുരത്ത് അറിയാം, യോനാച്ചായനൊക്കെ ഉള്ള ദേശമാണ്. ആ ദേശത്ത് എല്ലാ വർഷവും കൺവെൻഷൻ നടക്കും. IPCയുടെയും ഷാരോന്റെയും അതുപോലെ സെൻട്രൽ ഒക്കെ കൺവെൻഷൻ അവിടെ നടക്കും, എല്ലാ വർഷവും നടക്കും. ആ വാര്യാപുരം ദേശം ഒരു അനുഗ്രഹിക്കപ്പെട്ട ദേശം തന്നെയാണ്. കാരണം ഇന്ന് അവിടെ സകല മനുഷ്യരും പെന്തക്കോസ്തിന്റെ അനുഭവത്തിൽ, മാർത്തോമാക്കാർ മുഴുവനും അല്ലെങ്കിൽ ഒക്കെ അവിടെ പെന്തക്കോസ്തിന്റെ അനുഭവത്തിൽ വന്ന് ആ സ്ഥിതി മാറി. ഇപ്പോൾ ചെന്ന് കണ്ട ആ ദേശമാണോ എന്ന് പോലും അറിയത്ത തരത്തിൽ ആ ദേശം ദൈവം അനുഗ്രഹിച്ചു. ദൈവത്തിന് സ്തോത്രം. അന്ന് ഒരു ആരാധനയ്ക്ക് കടന്നു പോകാൻ ഒരു കൺവെൻഷൻ പന്തലിൽ ഇരുന്നു കൊണ്ട് അല്ലെങ്കിൽ ലാസ്റ്റിൽ അവിടെ അന്നത്തെ പ്രസംഗം നടത്തിയത് അല്ലെങ്കിൽ ശാലിനി നമ്പ്യാർ എന്ന് പറയുന്ന ഒരു കർത്തൃദാസിയ. ആ കർത്താവിന്റെ ദാസിയുടെ സാക്ഷ്യം എന്റെ ജീവിതത്തെ വല്ലാതെ പിടിച്ചു കുലുക്കുവാനും ആ തീരുമാനത്തിൽ നിൽക്കുവാനും എനിക്കിടയായി. ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് തീരുമാനിച്ചു, ഇനി എന്ത് പ്രശ്നം വന്നാലും ഞാൻ എന്റെ ദൈവത്തെ വിട്ടു പോവുകയില്ല. ഞാൻ എന്റെ ഹൃദയം എന്റെ കർത്താവിന് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഇരുന്ന ഒരു ദൈവദാസൻ ഹല്ലേലൂയ സ്തോത്രം കടന്നു പുറകിലിരിക്കുന്ന സഹോദരി ഹല്ലേലൂയ സ്തോത്രം പേരൊന്നും പറഞ്ഞില്ലെങ്കിലും ചിലരുടെ ഹൃദയത്തിൽ ദൈവാത്മാവ് ശക്തമായി ഇടപെടുന്നു, അവർക്ക് മുൻപോട്ട് വന്ന് പ്രാർത്ഥിക്കാം, അവരേക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും എന്ന് പറയുമ്പോൾ ഞാനും എന്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഓടിപ്പോയി. അവിടെ ഇരുന്ന് അവരെന്നെ എല്ലാ ദൈവദാസന്മാരും എന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് എന്നെ വിടുവാൻ ഇടയായി. ഞാൻ അന്ന് ആ മുതൽ ഉള്ള തീരുമാനത്തിൽ നിന്ന് അന്നത്തെ തീരുമാനം മുതൽ ഇന്ന് 64 വയസ്സുണ്ട്. ഈ 64 വയസ്സ് വരെയും കർത്താവിന് വേണ്ടി ഒത്തിരി പ്രതികൂലങ്ങൾ ഹല്ലേലൂയ തീരുമാനത്തോടെ വീട്ടിൽ വന്നു കയറി. എന്നാൽ 6 മാസത്തേക്ക് വലിയ കുഴപ്പങ്ങളൊന്നുമില്ലെങ്കിലും 6 മാസം കഴിഞ്ഞപ്പോൾ എന്റെ ജീവിതത്തിനകത്ത് പ്രതികൂലങ്ങൾ കടന്നു വരുവാൻ തുടങ്ങി. ആരാധനയ്ക്ക് കടന്നു പോകുവാൻ കഴിയത്തില്ല. അല്ലെങ്കിൽ ക്രിസ്ത്യാനി ആണെങ്കിൽ പോലും പെന്തക്കോസ്തിന്റെ അനുഭവത്തിൽ കാതിലും കഴുത്തിലും മാറ്റി അല്ലെങ്കിൽ സ്വന്തം ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകുവാൻ സമ്മതിക്കത്തില്ല. അല്ലെങ്കിൽ എന്റെ സ്വഭാവത്തിന് മാറ്റം വന്ന് പ്രാർത്ഥന ഭവനത്തിൽ വീട്ടുകാരും അല്ലെങ്കിൽ അന്ന് ഞാൻ എന്റെ ഭവനത്തിലാണ് നിൽക്കുന്നത്. ആ മാതാവ് സഹോദരവും എനിക്ക് അനുകൂലമായി അല്പമെങ്കിലും നിന്നുവെങ്കിലും പിതാവും അല്ലെങ്കിൽ എന്റെ ഹസ്ബൻഡും എല്ലാം പ്രതികൂലമായി മാറി. എന്ത് ഹല്ലേലൂയ ചെയ്യും? ഒരു നിമിഷം ആരാധനയ്ക്ക് പോകാൻ എന്റെ ഭർത്താവ് പറഞ്ഞു, അല്ലെങ്കിൽ നീ ആരാധനയ്ക്ക് പെന്തക്കോസ്തിൽ പോവുകയാണെങ്കിൽ എനിക്ക് നിന്നെ വേണ്ട. ഹല്ലേലൂയ സ്തോത്രം. നിനക്ക് ഇന്ന് നീ നിന്റെ ആരാധനയും പ്രാർത്ഥനയും നിർത്തിയാൽ ഞാൻ നിന്നോടുകൂടെ എന്റെ അവസാനം വരെ നിന്നെ അന്വേഷിക്കും, ഇല്ലെങ്കിൽ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ക്രിസ്തു നിമിത്തം ഭർത്താവ് വേണ്ട എനിക്ക്. ഞാൻ എന്റെ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് കർത്താവിന് വേണ്ടി നിൽക്കുവാൻ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ നിങ്ങൾക്ക് എന്നെ ഉപേക്ഷിച്ച് പോകാൻ തയ്യാറാണ് നിങ്ങൾ കൂട്ടുമോ? എനിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല, എനിക്ക് എന്റെ യേശു മതി എന്ന് തീരുമാനം എല്ലാവരോടും ഞാൻ പറഞ്ഞു. എനിക്ക് എന്റെ യേശു മതി, ഇനി ഞാൻ എങ്ങനെയാണെങ്കിലും ഞാൻ ജീവിക്കും, എന്റെ കർത്താവിന് വേണ്ടി ഞാൻ ജീവിക്കും. ഈ സ്തോത്രം ഇനി എനിക്ക് ഭർത്താവോ മാതാപിതാക്കളോ ഒന്നും എനിക്കില്ലെങ്കിലും ഞാൻ അനുഭവിച്ച എല്ലാ പ്രതിസന്ധികളും എന്റെ ജീവിതത്തിൽ എനിക്കിന്ന് സമാധാനം തന്ന് എന്റെ പ്രാണനെ മരണത്തിൽ നിന്ന്, എന്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്ന്, എന്റെ കാലിനെ വീഴ്ചയിൽ നിന്ന് വിടുവിച്ച കർത്താവ് ഹല്ലേലൂയ സ്തോത്രം. അവൻ എന്നോട് പറഞ്ഞു, ഹല്ലേലൂയ സ്തോത്രം, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ ഹല്ലേലൂയ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് ഉള്ള ദൈവശബ്ദത്തിന്റെ മുമ്പിൽ ഹല്ലേലൂയ സ്തോത്രം കർത്താവ് എന്നെ നിർത്തി. റോമാലേഖനത്തിൽ ഇങ്ങനെ പറയുന്നല്ലോ പൗലോസ്, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർതിരിക്കുന്നത് ആര്? കഷ്ടതയ്ക്കോ പട്ടിണിക്കോ ഉപദ്രവത്തിനോ അല്ലെങ്കിൽ നിന്ദയ്ക്കോ ഇന്നിനും കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർതിരിപ്പാൻ കഴിയത്തില്ല എന്ന് പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ പറഞ്ഞതും എന്നെ ഉറപ്പിക്കുവാനിടയായി. കർത്താവ് സ്തോത്രം എന്നെ ഉപദ്രവിച്ചു, എന്റെ മുഖത്തും എല്ലാം അടിച്ചു ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ എങ്ങനെയെങ്കിലും എന്റെ വിശ്വാസ ജീവിതത്തിൽ നിന്ന് മറിച്ചു കളയുവാൻ എന്റെ കെട്ടുവാലിയൊക്കെ പറിച്ചു മാറ്റി വെച്ചേച്ച് പെന്തക്കോസ്തിൽ തുള്ളാൻ പോയ വീട്ടുകാർ വിടുമോ? ഹല്ലേലൂയ സ്തോത്രം. ഭർത്താവ് വിടുമോ? ഹല്ലേലൂയ സമുദായത്തിലാണ് എങ്കിൽ പോലും ദൈവത്തിന് സ്തോത്രം. ഞാൻ ഓർത്തത് ഹല്ലേലൂയ ഇതിലും ഭേദം ഒരു ഹിന്ദുവിനെ കെട്ടുമായിരുന്നു. ക്രിസ്ത്യാനിയാണെന്ന് വിചാരിച്ച് കല്യാണം കഴിച്ചത് പള്ളിയിൽ പോകാമല്ലോ, ആരാധനയ്ക്ക് പോകാമല്ലോ എന്ന്. നമുക്കറിയത്തില്ലല്ലോ ഇത് എങ്ങനെയാ. ക്രിസ്തു ഈ ബൈബിളും ക്രിസ്ത്യാനി എന്ന് പറയുമ്പോ എല്ലാം ഒരുപോലെയാണെന്നാ വിചാരിച്ച്. ബൈബിള് പഠിച്ചപ്പോഴല്ലേ ഹല്ലേലൂയ സ്തോത്രം നമ്മൾ സത്യാവസ്ഥ അറിയുന്നത്. ഞാൻ ഈ ബൈബിൾ പഠിച്ചാണ്
ഹല്ലേലൂയ സ്തോത്രം. ദൈവമക്കളെ, ഞാൻ ഈ വിശ്വാസ ജീവിതത്തിൽ എന്താണ് സത്യം, കർത്താവ് ആരാണ്, യേശു ആരാണ്? യേശു ഒരിക്കലും ഒരു മതത്തെയോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയത്തെയോ അല്ലെങ്കിൽ മറ്റുള്ള യാതൊന്നിലും അല്ലെങ്കിൽ ഉള്ളത് അവനല്ല. കർത്താവിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കും എന്നുള്ളത് ആ സ്തോത്ര വചനത്തിലൂടെയാണ് ഞാൻ പഠിച്ചത്. അവനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചാൽ ഹല്ലേലൂയ സ്തോത്രം എന്താണ് ലഭിക്കുക എന്നത് ഈ ബൈബിളിലൂടെയാണ് ഞാൻ പഠിച്ചത്. അല്ലെങ്കിൽ പെന്തക്കോസ്തിന്റെ അനുഭവം അന്ന് ഇന്ന് നോക്കിയാൽ അല്ലെങ്കിൽ ഒത്തിരി പറയുവാനുണ്ട്. കാരണം അല്ലെങ്കിൽ അവരെ ഒന്ന് നോക്കി നമുക്ക് വിശ്വാസ ജീവിതത്തിൽ പോകുവാൻ കഴിയത്തില്ല. അല്ലെങ്കിൽ അന്നുകൊണ്ട് ഇന്നുകൊണ്ട് അങ്ങനെയുള്ളവര് അല്ലെങ്കിൽ എന്റെ ചുറ്റുപാടുമുള്ളവരെന്ന് നോക്കിയാൽ എന്റെ അപ്പന്റെ അടുക്കൽ വന്ന് അല്ലെങ്കിൽ പേടി മാറ്റിക്കൊണ്ടു പോകുന്നത് ഞാൻ വളരെ കണ്ടിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ കൊണ്ട് പേടി മാറ്റിക്കൊണ്ടു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ഞാൻ ഞാൻ അറിയുന്ന കർത്താവ് അങ്ങനെയല്ല. അവൻ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും അല്ലെങ്കിൽ രോഗങ്ങൾക്കായാലും അല്ലെങ്കിൽ ശാപങ്ങൾക്കും നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും മതിയായ ഒരു തീയമാണെന്ന് എനിക്ക് ഉറപ്പുവരുത്തുവാനിടയായി. അങ്ങനെ തനിയെ വിശ്വാസ ജീവിതത്തിൽ നിൽക്കേണ്ട അനവധി വിഷയങ്ങൾ, ഒത്തിരി പ്രതികൂലങ്ങൾ, പ്രതിസന്ധി, നിന്ദകൾ, ആക്ഷേപങ്ങൾ, അപമാനം ഇറങ്ങിപ്പോകുമ്പോൾ അല്ലെങ്കിൽ എന്റെ ഹസ്ബൻഡ് ആണെങ്കിൽ കൂടെ കൊണ്ടുപോകത്തില്ല, കൊണ്ടുപോയാൽ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് എന്നെ പരിഹസിക്കും, കള്ളസ്തോത്രം ഹല്ലേലൂയ നിന്ന പറയും, എല്ലാം കഴിഞ്ഞ് ദൈവദാസ അല്ലെ അങ്ങനെയല്ല പറയുന്നത്, പെന്തക്കോസ്തുകാരൻ കള്ളന്മാരുടെ കൂടെ തുള്ളാൻ നടക്കുക, അങ്ങനെ പോകും ഇങ്ങനെ പോകുന്നൊക്കെ പറഞ്ഞ് എന്നെ പരിഹസിച്ച് എന്റെ സഭയിൽ പോയും എന്റെ ഹസ്ബൻഡ് എന്റെ സഹോദരിയുടെ മകന്റെ കയ്യിൽ എഴുത്ത് കൊടുത്തു, എന്റെ സ്വഭാവം കൊള്ളത്തില്ല, അവളെ സഭയ്ക്കകത്ത് വെക്കുന്നത്, ഞാൻ പറഞ്ഞ അനുസരിക്കത്തില്ലെന്നൊക്കെ പറഞ്ഞ് ദൈവദാസന് അല്ലെങ്കിൽ കത്തെഴുതി കൊടുത്തതായ അനുഭവങ്ങൾ എന്റെ ജീവിതത്തിലുണ്ട്. എങ്കിലും അവർ നന്നായി അറിയുന്നത് കൊണ്ട് അല്ലെങ്കിൽ ദൈവമക്കൾ എനിക്ക് താങ്ങായി നിന്നതുകൊണ്ട് അല്ലെങ്കിൽ സ്വത്രം അവരെനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഞാൻ അവിടെ കർത്താവ് എന്നെ നിർത്തി. ഒത്തിരി പ്രതികൂലങ്ങൾ അതിന്റെ നടുവിൽ എനിക്ക് ഹല്ലേലൂയ അനുഭവിക്കേണ്ടി വന്നു. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ റോഡിലൂടെ നടന്നു പോകുമ്പോൾ എന്റെ മുഖത്ത് നോക്കി ജാതിപ്പേര് വിളിച്ചിട്ട് പെന്തക്കോസ്തുകാരി എന്ന് പറഞ്ഞ് എന്നെ പരിഹസിച്ച അനവധി സഹോദരിമാരുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവിടെയും ഒരു വാക്കുപോലും മറുപടി പറയാതെ എനിക്ക് സ്തോത്ര ഹല്ലേലൂയ ആ ദൈവത്തിൽ ആശ്രയിക്കുവാൻ ദൈവം എന്റെ ജീവിതത്തിൽ ഇടയാക്കി. ഹല്ലേലൂയ. ഇന്നും ജീവിതത്തിൽ പ്രതികൂലമുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ഹല്ലേലൂയ അങ്ങനെ ചില വർഷങ്ങൾ കടന്നുപോയി. എന്റെ സഹോദര ഹസ്ബൻഡ് 1992-93 കാലയളവില് ഗൾഫിലേക്ക് കടന്നുപോയി. ഗൾഫിൽ കടന്നുപോയിട്ട് സ്വത്രം ആദ്യം കടന്നുപോയി കുറെ നാളത്തേക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. എന്നാല് സ്വത്ര വിസ സ്വത്രം ഡ്യൂപ്ലിക്കേറ്റ് പോയത് കൊണ്ട് നീണ്ട 6 വർഷം അവിടെ സ്തോത്രം അറബിക്ക് പിടികൊടുക്കാതെ അവിടെ നിൽക്കട്ടക്കാർ വന്നു. അപ്പോഴൊക്കെ ഞാൻ പ്രാർത്ഥനയിലൂടെ ഹല്ലേലൂയ സ്തോത്രം ഞാൻ കടന്നുപോയി. ഹല്ലേലൂയ സ്തോത്രം. പലരും പറഞ്ഞു 6 വർഷമായിട്ടും തിരിച്ചു വരുന്നില്ല, സ്തോത്രം അവൻ അവിടെ വിവാഹം കഴിച്ചതായിരിക്കും, അല്ലെങ്കിൽ ജയിലിലായിരിക്കും, അല്ലെങ്കിൽ അതിനെ അവൻ മരിച്ചു പോയതായിരിക്കും. പക്ഷേ എനിക്ക് കത്തുകളും കാര്യങ്ങളും വരുന്നത് കൊണ്ട് വല്ലപ്പോഴും ഒക്കെ കാശ് അയക്കും. അങ്ങനെ കുഞ്ഞുങ്ങൾ 2 പേരായി. അവരെ 2 പേരെയും സ്തോത്ര ഹല്ലേലൂയ വളർത്തണം, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. നല്ലൊരു വീട്ടിലാ താമസിക്കുന്നെങ്കിലും അതിന് വേണ്ടതായ സാഹചര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ട് ദൈവമക്കളെ രഹസ്യം ആരും അറിയാതെ ഞാൻ കരിങ്കല്ല് ചുമ്മാൻ അല്ലെങ്കിൽ കടന്നുപോയി. അല്ലെങ്കിൽ സ്തോത്രം വീട്ടിൽ പ്രാർത്ഥനയ്ക്കെന്ന് പറഞ്ഞ് ഞാൻ കടന്നു പോകും. അല്ലെങ്കിൽ ഒരു ദൈവദാസൻ അന്ന് എനിക്ക് ഒരു ദൈവദാസിയും എനിക്ക് അന്ന് അനുകൂലമായിരുന്നത് കൊണ്ട് അവരിങ്ങനെ കൂലിപ്പണി ചെയ്യുന്ന ഒരു കർത്താവിന്റെ ദാസനുമായതുകൊണ്ട് അവരുടെ കൂട്ടത്തിൽ കൊണ്ടുപോയി ഞാൻ കരിങ്കല്ല് ചുമ്മി എന്റെ മക്കൾക്ക് ചെലവിന് കൊടുത്ത സമയങ്ങളുണ്ട്. കാരണം അത്രമാത്രം പ്രതികൂലം എന്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. അപ്പോഴെല്ലാം പല നിന്ദകളും എന്റെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നു. ഹല്ലേലൂയ. എങ്കിലും അവിടെ ഒന്നും ഞാൻ എന്റെ ദൈവത്തെ തള്ളിക്കളഞ്ഞില്ല, എന്റെ ദൈവത്തെ ഞാൻ ഉപേക്ഷിച്ചില്ല. അവന് സ്തോത്രം എന്റെ കർത്താവിനോട് സംസാരിച്ചു കൊണ്ടേയിരുന്നു. ദൈവവചനം എനിക്ക് ആശ്വാസമായി മാറി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്റെ കരത്തിൽ ആരോ പിടിച്ചേക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ എന്റെ കർത്താവ് സ്തോത്രം അന്നൊന്നും എന്റെ കർത്താവ് രക്ഷിക്കപ്പെട്ടില്ല. എന്റെ കർത്താവ് അവിടെ നിന്ന് എഴുതി, ഞാൻ നിന്നെ ഒത്തിരി ദുഃഖിപ്പിച്ചു, നിന്നെ ഒത്തിരി വേദനിപ്പിച്ചു, അതുകൊണ്ട് നീ ഒരു വാക്ക് ദൈവത്തോട് പറ എന്നെ ഈ കഷ്ടത്തിൽ നിന്നൊന്ന് വിടുവിക്കുവാൻ. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ പറഞ്ഞു, എന്നോടല്ല ശ്രമം ചോദിക്കേണ്ടത്, ദൈവത്തോട് ക്ഷമ ചോദിക്കേണ്ടത്. അങ്ങനെ 6 വർഷം കഴിഞ്ഞ് എല്ലാവരും ഇല്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് പ്രാർത്ഥനയുടെ, അതുപോലെ എന്റെ പിതാവാണെങ്കിൽ എന്റെ ഹസ്ബൻഡിന്റെ വിവരമൊന്നും അറിയാത്തതുകൊണ്ട് അടുത്തുള്ള ഒരു മുരുകൻ സേവയുടെ അടുത്ത് പോയി അവരോട് ചോദിച്ചു, ഇങ്ങനെ എന്റെ മരുമകൻ പോയി, എങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പം പറഞ്ഞു, സ്തോത്രം നിങ്ങളുടെ വീട്ടിനകത്ത്
പ്രാർത്ഥിക്കുന്ന ആരാന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു എന്റെ മകളാ. അച്ഛന്റെ ദൈവങ്ങളൊന്നും അവിടെ ഇല്ലല്ലോ, അച്ഛന്റെ ദൈവങ്ങളെല്ലാം ഇറങ്ങിപ്പോയി, ഇപ്പൊ ഉള്ളത് ആ മകളുടെ ദൈവവും പ്രകാശവുമാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് ഒന്നുകിൽ ആ മകളെ അവിടെ നിന്ന് ഇറക്കി മാറ്റി വിടണം, അച്ഛന്റെ ദൈവം തിരിച്ചു വരണമെങ്കിൽ, അല്ലെങ്കിൽ അച്ഛന്റെ ദൈവം അവിടെ വരത്തില്ല, ആ മകള് മാത്രമേ ഉള്ളൂ. അപ്പോഴത്തേക്ക് അച്ഛൻ തുള്ളിക്കൊണ്ട് വീട്ടിൽ വന്ന് അമ്മയോട് പ്രശ്നമുണ്ടാക്കി, വിളക്ക് എടുത്ത് അമ്മ എന്ന് വിളക്കൊക്കെ എടുത്ത് മാറ്റിയിരുന്നു. എങ്കിലും അവിടെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. അന്നേരം അമ്മ എനിക്ക് അനുകൂലമായി ദൈവം എന്തായാലും എന്റെ അമ്മ എനിക്ക് അനുകൂലമാക്കി ദൈവം തന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അമ്മ പറഞ്ഞു അവള് പ്രാർത്ഥിക്കുന്നതല്ലേ ഉള്ളൂ, ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ അവളെ എവിടാ പറഞ്ഞു വിടണ്ടേ, അതുകൊണ്ട് അവൾ ഇവിടെ തന്നെ നിൽക്കട്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഭാഗം അന്നേരം പറഞ്ഞ എന്റെ ഹസ്ബൻഡിന് ഒരു കുഴപ്പവും വന്നിട്ടില്ല, എന്റെ ഹസ്ബൻഡ് അവിടെ ജീവനോടുണ്ട്, അവന് യാതൊരു കുഴപ്പവും ഇല്ല എന്ന് മനസ്സിലായി. അങ്ങനെ എന്നോട് പറഞ്ഞു നീ ഇതെല്ലാം കളഞ്ഞേച്ച് നീ അങ്ങനെ വല്ലതും ചെന്ന് ഒരു നേർച്ച വല്ലതും കഴിക്കാൻ അവനിക്ക് വരട്ടെ. ഞാൻ പറഞ്ഞു എത്ര നേർച്ച കഴിച്ചാലും കാഴ്ച കഴിച്ചാലും വന്നാലും വന്നില്ലേലും എന്റെ യേശുവിനെ വിട്ടിട്ട് ഞാൻ ഒരു നേർച്ചയ്ക്ക് വരുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ പണി നോക്കിയാൽ മതി, എന്റെ ദൈവം കൊണ്ടുവരുമെങ്കിൽ കൊണ്ടുവരും, ഇല്ലെങ്കിൽ പോട്ടെ എന്ന് പറഞ്ഞു. എനിക്ക് വിശ്വാസമുണ്ട് എത്ര വർഷം കഴിഞ്ഞാലും എന്റെ ഹസ്ബൻഡ് വരും. കാരണം എനിക്ക് കത്ത് അയക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞുങ്ങൾക്കുള്ള പൈസ അയക്കുന്നുണ്ട്. അതൊക്കെ സ്വതന്ത്രം എന്റെ വീട്ടുകാർക്ക് അറിയാം. എങ്കിൽ പോലും കടന്നു വരാൻ കഴിയാത്തത് എന്താണെന്നുള്ളത് അറിയാനാ എന്റെ അപ്പം പോയത്. പക്ഷേ ഹല്ലേലൂയ സ്വതന്ത്രം എനിക്ക് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചും സങ്കടപ്പെട്ടും കാര്യങ്ങൾ മുൻപോട്ട് കടന്നുപോയി. എന്നാൽ 6 വർഷം കഴിഞ്ഞ് നാട്ടിൽ വരുമ്പോഴാണ് എല്ലാവരും കാണുന്നത്. അപ്പോഴത്തേക്കും എന്റെ നിന്ദയും അപമാനവും ഒക്കെ മാറി ഒരു സന്തോഷ സമാധാനം എനിക്ക് ദേശത്ത് ഇറങ്ങി നടക്കുവാൻ കഴിയാത്ത വിധത്തിൽ മനുഷ്യരെന്നെ അപമാനിച്ചതായ ഒരു അവസ്ഥ എന്റെ ജീവിതത്തിൽ അന്നുണ്ടായി. ഇങ്ങനെ ഒരു സ്ത്രീക്ക് അനുഭവിക്കുവാൻ വരും. കാരണം ഹസ്ബൻഡ് വീട്ടിലില്ല, എന്റെ സ്വന്തം സഹോദരൻ ഹല്ലേലൂയ സ്തോത്രം എന്റെ ഹസ്ബൻഡിന്റെ വീട് കട്ടപ്പനയാണ്. കട്ടപ്പന സ്തോത്രം ആയതുകൊണ്ട് ഞങ്ങൾ അവിടെ അല്ല താമസിക്കുന്ന, നാട്ടിലാണ്, ഇവിടെയാണ്. സ്തോത്രം എന്റെ ആങ്ങള എന്റെ അമ്മായിയമ്മയ്ക്ക് എഴുത്തെഴുതി അവളിവിടെ ഒന്നേ പോലെ ജീവിക്കുക, കണ്ട പുരുഷന്മാരുമായിട്ടൊക്കെ ഒന്ന് പറഞ്ഞ് എഴുതി. ആ എഴുത്ത് എന്റെ ഹസ്ബൻഡിന് എന്റെ മാതാവ് അയച്ചു കൊടുത്തു. അത് സ്തോത്രം ഹല്ലേലൂയ. എന്നാൽ എന്റെ ഹസ്ബൻഡ് അതൊന്നും വിശ്വസിച്ചില്ല. കാരണം പ്രാർത്ഥിക്കുന്നതും ദൈവത്തിന്റെ കരുണ കൊണ്ടും അങ്ങനെയൊന്നും വിശ്വസിച്ചില്ല. അവരതിനൊന്നും എന്റെ വില കൊടുത്തില്ല. എന്നെ എങ്ങനെ അപമാനിക്കാമോ ആ വിധത്തിലൊക്കെ എല്ലാവരും എന്നെ അപമാനിച്ചു. പക്ഷേ അല്ലെങ്കിൽ അവരുടെയൊക്കെ മുൻപിൽ എന്റെ കർത്താവ് എന്നെ നിലനിർത്തി. എന്റെ ഭാരം മുഴുവനും എന്റെ യേശു ഏറ്റെടുത്തു. അല്ലെങ്കിൽ സ്തോത്രം കർത്താവ് എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര് എന്ന് ചോദിക്കുന്ന വാക്യത്തിന്റെ മുൻപിൽ എന്നെ ധൈര്യപ്പെടുത്തി ദൈവത്തിന് സ്തോത്രം. ഞാൻ അങ്ങനെ ഓരോ ദിവസവും കർത്താവിൽ മേൽക്കുമേൽ ശക്തി പ്രാപിച്ച് മുൻപോട്ട് പോകുകയല്ലാതെ ഞാൻ കീഴോട്ട് പോകുവാൻ തയ്യാറായില്ല. എന്നാൽ ഒത്തിരി ക്ഷീണങ്ങളും ക്ലേശങ്ങളും എന്റെ ജീവിതത്തിൽ കടന്നു വന്നു. മക്കളെ പഠിപ്പിച്ചു. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെയാണ് ഏതാണ്ട് സ്തോത്രം 2020 ഹല്ലേലൂയ സ്തോത്രം ഒക്കെ ആയപ്പോഴത്തേക്ക് ഈ ഭവനത്തിൽ നിന്ന് മാറിക്കൊടുക്കേണ്ടതായ ഒരു അവസ്ഥ വന്നു. അതിന്റെ സ്തോത്രം അതായത് ഹല്ലേലൂയ എന്റെ സഹോദരിയുടെ ഹസ്ബൻഡിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. എന്റെ സഹോദരിയുടെ ഭർത്താവിന് തലയ്ക്ക് സുഖമില്ലാതെ എന്റെ ഭവനത്തിൽ നിന്ന് മൂടെ പറിച്ചു കാണും. എന്റെ വസ്ത്രം വിട്ട് കളഞ്ഞെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. ആ സഹോദരിയുടെ ഭർത്താവിനെ എന്റെ ഭവനത്തിൽ നിന്ന് ഹല്ലേലൂയ മൂടെ ദൈവം ആ പുള്ളി എങ്ങോട്ട് പോയി ഏതോന്ന് അറിയത്തില്ല, തലയ്ക്ക് സുഖമില്ലാതെ നാട് വിട്ടുപോയി. ഹല്ലേലൂയ. അങ്ങനെ എന്റെ സഹോദരിക്ക് ഒരു മകനുണ്ടായിരുന്നു. ആ മകനെ സ്തോത്രം ഹല്ലേലൂയ വളർത്തേണ്ട ഒരവസ്ഥയും നമ്മുടെ ജീവിതത്തിൽ മാതാപിതാക്കൾക്ക് വന്നു. അങ്ങനെ അവനെ എന്റെ 2 മക്കളോട് കൂടെയാണ് ഞാൻ എന്റെ ഭവനത്തിൽ വളർത്തിക്കൊണ്ടത്. അപ്പോൾ അവന് 10-20 വയസ്സായപ്പം അല്ലെങ്കിൽ സ്വന്തം വിവാഹം കഴിക്കണം. വിവാഹം കഴിച്ച് വീട്ടിൽ വന്നപ്പോ അല്ലെങ്കിൽ സ്വത്രം അവൾക്ക് സ്വത്രം അമ്പലവാസിയാണ്. അപ്പൊ അവൾക്ക് വിളക്ക് കത്തിക്കണം. ഞങ്ങൾ താമസിക്കുന്നത് അത്ര ഇതായിട്ടില്ല എന്നിട്ട് നമ്മൾ വഴക്കുണ്ടാക്കല്ലോ, വസ്തുവിന് പിടിക്കണ്ടല്ലോ നോക്കി ഓർത്ത് ഞങ്ങൾ സ്വയം വാടക വീട്ടിലേക്ക് മാറി. ഞാനും എന്റെ കുഞ്ഞുങ്ങളും കൂടി ആ വാടക വീട്ടിൽ മാറി. വാടക വീട്ടിൽ കിടന്നാണ് എന്റെ ഹസ്ബൻഡ് മരിക്കുന്നത്. അന്ന് ഞങ്ങൾക്ക് ആരും ആശ്രയം ഉണ്ടായിരുന്നില്ല. കാരണം എന്റെ മകൾക്ക് അന്ന് 18 വയസ്സ്, 19 വയസ്സോളം എന്റെ മകൾ 20 വയസ്സുണ്ട് മകൾക്ക് 20 വയസ്സുണ്ട്. മോൻ +1 പഠിക്കുന്നതേ ഉള്ളൂ. അങ്ങ് സ്വതന്ത്രമാഹാലിൽ അന്ന് അത് കഴിഞ്ഞ് ഗൾഫിൽ നിന്ന് വന്നു കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോ എന്റെ ഭർത്താവ് രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. ഹല്ലേലൂയ. ഞങ്ങൾ ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാൻ പോയി. ഞങ്ങൾ അവിടെ സ്ലോൺ പെന്തക്കോസ്ത് മിഷനിലാണ് പത്തനംതിട്ടയെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ എന്റെ മാതാവും അതുപോലെ
രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് എന്റെ സ്വന്തം ഹസ്ബൻഡും മാതാവും കൂടെ ഒരുമിച്ചാണ് ഒരു ദിവസം സ്നാനം അനുഭവിക്കുന്നത്. അങ്ങനെ വരെ ദൈവം എനിക്ക് അനുകൂലമാക്കും. ഒരിക്കലും പെന്തക്കോസ്തിന്റെ അനുഭവത്തിൽ വരത്തില്ല. ഞാൻ ഒരു ജന്മം കൂടെ ജനിക്കണം, നിന്റെ കൂടെ തുള്ളാൻ വരണമെന്ന് പറഞ്ഞ എന്റെ ഹസ്ബൻഡ് അല്ലെങ്കിൽ ആരും പറയാതെ തന്നെ അല്ലെങ്കിൽ ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കാനും സ്നാനപ്പെടുവാനും ഞങ്ങളോടൊപ്പം ആരാധനയ്ക്ക് കടന്നു വരുവാനും ഇടയായി. എന്റെ അമ്മയും അതുപോലെ തന്നെയാണ്. എന്റെ അമ്മയെ ഒരു ഇടയ്ക്ക് രക്തമണലി കടിച്ച് മരണത്തോട് മല്ലടിക്കുമ്പോൾ അല്ലെങ്കിൽ ദൈവമക്കൾ പ്രാർത്ഥിച്ചാണ് എന്റെ അമ്മയ്ക്ക് ജീവൻ ഉണ്ടായത്. അങ്ങനെ അവരും വിശ്വാസ ജീവിതത്തിൽ കടന്നു വരുവാനും ഈ ദൈവത്തിൽ ആശ്രയിക്കുവാനും, അങ്ങനെ എന്റെ പിതാവും അല്ലെങ്കിൽ അമ്പലത്തിന്റെ സകലതും എടുത്തു കളഞ്ഞിട്ട് എന്റെ പിതാവ് സ്നാനപ്പെട്ടില്ല, പക്ഷേ ഈ ദൈവമാണ് ദൈവം എന്ന് പറഞ്ഞ് ദൈവത്തെ ആരാധിക്കുവാൻ ഹല്ലേലൂയയൊക്കെ എന്റെ പിതാവിന്റെ വായിൽ നിന്ന് വരുന്ന ഹല്ലേലൂയ കേട്ട് ഹല്ലേലൂയ സ്തോത്രം അയലോക്കത്ത് മുഴുവൻ കേൾക്കാമായിരുന്നു. അങ്ങനെ എന്റെ കുടുംബത്തിൽ എന്റെ മാതാവിനെയും എന്റെ ഹസ്ബൻഡിനെയും ഹല്ലേലൂയ സ്തോത്രം വിശ്വാസ ജീവിതത്തിൽ ദൈവം എനിക്ക് തരും. എന്നോട് ദൈവം ഇങ്ങനെ പറഞ്ഞു, അധമമായി ഉപേക്ഷിച്ച് ഉത്തമമായി പ്രസ്താവിച്ചാൽ നീ അവരുടെ പക്ഷമല്ല, അവർ നിന്റെ പക്ഷം ചേരും. ഇന്ന് വരെ അവരോട് കൂടെ ചേരുവാൻ എനിക്കിടയായിട്ടില്ല. അവരെന്നോടൊപ്പം ചേർന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ ദൈവം സഹായിച്ചു. അങ്ങനെ 3-4 വർഷം ഞങ്ങൾ സന്തോഷത്തോടെ ആ ദൈവത്തിന് സ്തോത്രം ആരാധിച്ചു പോന്നു. ഇങ്ങനെയായിരിക്കുമ്പോഴാണ് 2022 സ്തോത്രമൊക്കെ ആയപ്പോൾ പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വന്ന് എന്റെ ഹസ്ബൻഡ് മരിക്കുവാനിടയായി. അത് വാടക വീട്ടിൽ കിടന്നാണ് മരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം നാളെ വേഗം പറഞ്ഞു പോവുകയാണ്. അവിടെ വാടക കൊടുക്കണം, കുഞ്ഞുങ്ങൾ, ഞങ്ങൾക്ക് വേറെ വരുമാനമില്ല. മോൻ +1 പഠിക്കുന്നു, മോള് പഠിത്തം കഴിഞ്ഞു വീട്ടിൽ നിൽക്കുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഹസ്ബൻഡ് സ്തോത്രം ഹല്ലേലൂയ 2-3 പ്രാവശ്യം ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി. ആദ്യം 2-3 പ്രാവശ്യം ഹാർട്ട് അറ്റാക്ക് വന്നു. അപ്പോഴെല്ലാം ഒത്തൂറ്റൊക്കെ കൊണ്ടുപോയി അവിടെയെല്ലാം ഒത്തിരി പൈസ ചെലവാക്കി. എങ്കിലും അവിടുന്നൊക്കെ വലിയ കുഴപ്പമില്ലാതെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് വീണ്ടും ഹല്ലേലൂയ അറ്റാക്ക് വരുന്നത്. ദൈവത്തിന് സ്തോത്രം. അവിടെ വാടക വീട്ടിൽ വെച്ച് തന്നെ മരിച്ചു. അവിടെയും ദൈവം എന്നെ ലജ്ജിപ്പിച്ചില്ല. എന്റെ ആൾക്കാരെല്ലാം വിചാരിച്ചു അല്ലെങ്കിൽ അവര് ശുദ്രങ്ങളും അവർക്ക് ചെയ്യാവുന്ന പരമാവധി ശുദ്രങ്ങളൊക്കെ ചെയ്തു ഞങ്ങൾ മടങ്ങി ചെല്ലുമെന്ന് ചെല്ലാനായിട്ട്. അല്ലെങ്കിൽ എന്നാൽ അവിടെയൊക്കെ ദൈവം എന്നെ നിലനിർത്തി. അവർ വിചാരിച്ചു ഹസ്ബൻഡ് മരിച്ചു കഴിയുമ്പോഴെങ്കിലും ഞാൻ മക്കളെയും കൊണ്ട് തിരിച്ചു ചെല്ലുമെന്ന്. ഹല്ലേലൂയ സ്തോത്രം. എന്നാല് ഹല്ലേലൂയ സ്തോത്രം ദൈവം ഞങ്ങളെ അവിടെയും മാനിച്ചു. കാരണം എന്റെ ഹസ്ബൻഡ് മാനസാന്തരപ്പെട്ടില്ലായിരുന്നെങ്കിൽ, എന്റെ ഹസ്ബൻഡ് രക്ഷിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ അവരുടെ കാല് പിടിക്കണമായിരുന്നു. കാരണം ഈ പുള്ളി അടക്കണമല്ലോ, ദൈവ സ്തോത്രം ഹസ്ബൻഡിനെ അടക്കണമല്ലോ. അപ്പൊ ഞാൻ പോയി എന്റെ സഹോദരങ്ങളെ കാല് പിടിക്കേണ്ട കയറി. അങ്ങനെ പോലും എന്റെ ദൈവം ആ സമയങ്ങളിൽ ചെയ്തു. കാരണം രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട സഭയോടായതുകൊണ്ട് സഭ മുഴുവനും ആ കാര്യങ്ങൾ ഏറ്റെടുത്ത് ഒരു കൂട്ടം ദൈവമക്കൾ എനിക്ക് ചുറ്റുമുണ്ടായിരുന്നത് കൊണ്ട് ഞങ്ങളുടെ സ്തോത്രം ഞങ്ങളെ ദൈവ പ്രാർത്ഥനയിലൂടെ അല്ലാതെ സാമ്പത്തികമായി ഒക്കെ ഞങ്ങളെ സഹായിച്ച് ഞങ്ങളെ നിലനിർത്തുവാൻ ഒരു കൂട്ടം ദൈവമക്കൾ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഞങ്ങൾ സ്തോത്രം വീണുപോയില്ല. സ്തോത്രം ഞങ്ങൾ അവരുടെ എന്റെ സഹോദരങ്ങളെ ഒന്നും കാല് പിടിക്കുവാൻ പോകേണ്ട ഗതികേട് വന്നില്ല. ദൈവം അങ്ങനെ അല്ലല്ലോ. ദൈവം ഒരിക്കലും അല്ലെങ്കിൽ ഞാൻ നിന്നെ അനാഥയായി വിടുകയില്ല, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല വാക്ക് പറഞ്ഞ ഒരേ ഒരുവൻ ഉണ്ടെങ്കിൽ അത് കർത്താവായ യേശു അല്ലാതെ മറ്റാരുമില്ല. അല്ലെങ്കിൽ സ്തോത്രം അവരിലൂടെ മാത്രമേ ഒരു മനുഷ്യന് രക്ഷപ്പെടുവാൻ കഴിയത്തുള്ളൂ. ആകാശത്തിന്റെ ഭൂമിയിൽ അല്ലെങ്കിൽ യേശുവിന്റെ നാമം അല്ലാതെ വേറൊരു നാമമില്ല. അല്ലെങ്കിൽ സ്തോത്രം ആ നാമത്തിൽ ആര് വിശ്വസിക്കുന്നുവോ അവർ ഒരിക്കലും ലഭിച്ചു പോകേണ്ട അവസ്ഥയില്ല. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ അല്ലെങ്കിൽ ആരെങ്കിലും അല്ലെങ്കിൽ സ്തോത്രം കർത്താവിനെ അറിയുവാൻ അല്ലെങ്കിൽ താമസിക്കുന്നെങ്കിൽ നിങ്ങൾ കർത്താവിനെ അറിയരുത്, അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നടക്കത്തില്ല. കുഞ്ഞുങ്ങളെ എങ്ങനെ പഠിപ്പിക്കും, കുഞ്ഞുങ്ങളെ ഏതവസ്ഥയിൽ വളർത്തും എന്നോർത്ത് നിങ്ങൾ ഭാരപ്പെടേണ്ട. കർത്താവ് നമുക്കായി കരുതുന്ന ദൈവമാണ്. അവൻ ഒരിക്കലും നമ്മെ കൈവിടുന്ന ദൈവമല്ല. ഓളങ്ങളും തിരമാലകളും പ്രതികൂലങ്ങളും ജീവിതത്തിനകത്ത് കടന്നു വന്നാൽ ആ സ്തോത്രം നമ്മളെ മുക്കിക്കളയുന്ന ഒരു ദൈവമല്ല. ശിഷ്യന്മാർ പടകിൽ യാത്ര ചെയ്യുമ്പോൾ ഓളങ്ങളും തിരമാലകളും അവരുടെ മേൽ കടന്നു വന്നെങ്കിൽ അല്ലെങ്കിൽ ആ കടലിനെ നടന്നു വന്ന് പിടിപ്പിച്ച ഒരു ദൈവ സാന്നിധ്യം നമ്മളോട് കൂടെ ഉള്ളത് കൊണ്ട് അധൈര്യപ്പെടാതെ ദൈവത്തിൽ ആരും കാരണം ഒരു കാര്യം അവരിൽ വിശ്വസിക്കണം. വിശ്വാസം നമ്മുടെ ജീവിതത്തിനകത്ത് ഉണ്ടാകണം. യേശു ദൈവമെന്ന് വിശ്വസിക്കണം. വിശ്വസിച്ചെങ്കിൽ മാത്രമേ ആ കാര്യങ്ങൾ, വിശ്വാസമില്ലാത്തടത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുകയില്ല. അല്ലെങ്കിൽ അതുകൊണ്ട് വിശ്വാസത്തിൽ പിടിച്ചു നിൽക്കുവാൻ ദൈവം ഇതുവരെ സഹായിച്ചു. പെട്ടെന്ന് പറയട്ടെ, അല്ലെങ്കിൽ സ്തോത്രം ആ മരണം കഴിഞ്ഞ് അല്ലെങ്കിൽ സ്തോത്രം ഞങ്ങള് എന്റെ വീട്ടുകാരോ എന്റെ ഹസ്ബൻഡിന്റെ വീട്ടുകാരോ ആരും പിന്നെ ഞങ്ങളെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതോടെ ഈ മോളെ കെട്ടിക്കണം, മോനെ പഠിപ്പിക്കണം, വാടക കൊടുക്കണം, എന്ത് ചെയ്യുമെന്നറിയാതെ ഞങ്ങൾ വളരെയധികം ഭാരപ്പെട്ടു. അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ
അല്ലെങ്കിൽ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് കണ്ട് പെൺകുഞ്ഞാണ്, വാടക വീടാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വാടക കൊടുക്കാൻ നിവൃത്തിയില്ലാതെ അല്ലെങ്കിൽ വളരെയധികം ഭാരപ്പെട്ടു. അല്ലെങ്കിൽ എന്നാൽ ദൈവം ഞങ്ങൾക്കായി കരുതുമെന്ന് പറഞ്ഞ വാക്യം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കരുതുമെന്ന് പറഞ്ഞ ഒരു മർത്തോമാ കുടുംബത്തെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി. ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ഞങ്ങൾക്ക് എന്ത് വേണം, സ്വന്തം സഹോദരങ്ങൾ എന്ന നിലയിൽ ഞങ്ങളെ ഏറ്റെടുത്ത് ഞങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുവാൻ ഹല്ലേലൂയ സ്തോത്രം ആ പൈതലിനെ ദൈവം ഒരുക്കി. ഹല്ലേലൂയ. അവിടെയും ഞങ്ങൾ ഒത്തിരി നിന്ദകളാണ്, ക്ഷേമങ്ങൾ കേൾക്കേണ്ടി വന്നു. എങ്കിലും ഞങ്ങൾക്ക് ഹല്ലേലൂയ സ്തോത്രം ഒരാശ്വാസത്തെ പോലെ ആ കുടുംബം ഞങ്ങളെ സഹായിച്ചു, കരം പിടിച്ച് നടത്തിയ ദൈവമക്കളും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ഞാൻ ചേർന്ന് നടന്ന സഭ എനിക്ക് ഏറ്റവും അധികം കൈത്താങ്ങൽ തന്നു, എന്നെ താങ്ങി ഹല്ലേലൂയ കൊണ്ടുപോയി. ഹല്ലേലൂയ സ്തോത്രം ഞങ്ങൾ ജീവിച്ചു. അങ്ങനെ എന്റെ മകളെ വിവാഹം കഴിക്കണം, എന്റെ മകൾക്ക് ഒരു വിവാഹം നടക്കുന്ന ദൈവത്തോട് പറഞ്ഞു, കർത്താവേ എന്റെ മകൾ പ്രായമായി നിൽക്കുകയാണ്, ഞങ്ങളെ സഹായിക്കുവാൻ ആരുമില്ല. എന്നാൽ സ്തോത്രം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരു വിവാഹാലോചന കടന്നു വന്നു, പല വിവാഹാലോചന കടന്നു വന്നപ്പോൾ അല്ലെങ്കിൽ അവർക്കൊക്കെ ഒരുപാട് സാമ്പത്തികം ആവശ്യമുണ്ട്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് സാമ്പത്തികമില്ലല്ലോ, വാടക വീട്ടിൽ താമസിക്കുന്ന വിധവയാണ്, ആര് സഹായിക്കും, ആരുമില്ല. എന്നാൽ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ ഭർത്തമാ കുടുംബത്തിൽ രക്ഷിക്കപ്പെട്ട ഒരു പൈതലിന് കുടുംബത്തിൽ അതിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു വിവാഹം നടന്നു വരുവാനിടയായി. അങ്ങനെ ആ വിവാഹത്തിന് കൊടുക്കാൻ ഒരു രൂപ പോലും എനിക്കില്ലാതെ ഞാൻ എന്ത് ചെയ്യണം എന്നറിയ വാക്ക് കൊടുത്തു. അവര് വന്ന് മകളെ കണ്ടു, ഇഷ്ടപ്പെട്ടു, ചെറുക്കനും വന്ന് കണ്ടു, ഇഷ്ടപ്പെട്ടു. പക്ഷെ ഈ വിവാഹം അവർക്ക് നടത്തണം. ഞങ്ങള് പറഞ്ഞു ഞങ്ങൾക്ക് കാശില്ല, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞാലും സാരമില്ല, നിങ്ങളുടെ കയ്യിലുള്ളത് എന്താണ് അത് ഞങ്ങൾക്ക്. ഞങ്ങളെ പറഞ്ഞു ഞങ്ങൾ ഹിന്ദുക്കളാണ്, ഹിന്ദു വിശ്വാസത്തിൽ ഞങ്ങൾക്ക് പ്രശ്നമാണ്, നിങ്ങൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപ പ്രാപിച്ചവരല്ലേ, അത് മതി എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു വിവാഹം വന്നു. അങ്ങനെ എന്റെ മകളുടെ വിവാഹവും ഭംഗിയായി. അത് നടക്കത്തില്ല, അല്ലെങ്കിൽ മറ്റൊരുവന്റെ കൂടെ ഇറങ്ങിപ്പോകും എന്നൊക്കെ അവർ വിധി എഴുതി പരസ്യകോലം ചെയ്തുവെങ്കിലും അവിടെ ഒന്നും ദൈവം എന്നെ ലജ്ജിപ്പിച്ചില്ല. ദൈവമക്കളെ എവിടെ നോക്കിയാ കാശ് വന്നെന്നറിയില്ല. ഞാൻ അവരോടൊരു തുക പറഞ്ഞു, പക്ഷേ അവർക്ക് ആ തുക കൊടുക്കുവാൻ ആ സമയത്ത് എനിക്ക് ഇല്ലെങ്കിലും എന്റെ മകളുടെ വിവാഹം തക്ക സമയത്ത് നടക്കുവാൻ ആരുടെയും മുമ്പിൽ ചെന്ന് എന്റെ ഉള്ളവരുടെയോ ആരുടെയും മുമ്പിൽ ഒന്ന് കൈനീട്ടാതെ എന്റെ മകളുടെ വിവാഹം ഭംഗിയായിട്ട് ചർച്ചപ്പോടിന്റെ ഹല്ലേലൂയ സ്തോത്രം ചർച്ചപ്പോടിലാണ് അവര് സ്തോത്രം സ്തോത്രം ആ അനുഭവത്തിലുള്ള ഒരു കുടുംബത്തിൽ എന്റെ മകളെ കെട്ടിച്ചയക്കാനിടയായി. അല്ലെങ്കിൽ പിന്നുള്ളത് ഞാനും എന്റെ മകനുമാണ്. സ്തോത്രം ചെയ്ത് എന്റെ മകനാണ് ഏതാണ്ട് അല്ലെങ്കിൽ സ്തോത്രം +1 പഠിക്കുന്നതേ ഉള്ളൂ. ആ പഠിത്തം അവനെ തുടർന്ന് പഠിപ്പിക്കുവാൻ നിവൃത്തിയില്ല. +2 പോയി, എന്നാൽ തുടർന്ന് പഠിപ്പിക്കുവാൻ കഴിയാതെ നിന്നു. ആ കുറച്ചു നാള് മെറൈൻ എഞ്ചിനീയറിംഗ് മർത്തോമാ കുടുംബത്തിന്റെ സഹായത്തോടെ അവൻ കടന്നുപോയി. എന്നാൽ എന്നെ തന്നെ ആക്കിയിച്ചൊക്കെ പോകണമെന്നല്ലോ എന്ന് ഓർത്തിട്ട് കുഞ്ഞ് ആ പഠിത്തം അവിടെ നിർത്തിയിട്ട് ചെറിയ സ്തോത്രം അവൻ ഡ്രൈവിംഗ് പിടിച്ച് ഓട്ടോ ഇങ്ങനെ കൂലിക്ക് ഓടുവാൻ തുടങ്ങി. അങ്ങനെ അവന് സ്തോത്രം ഞങ്ങളുടെ കുടുംബത്തിലെ വാടക കൊടുത്തു. ഞങ്ങൾ അങ്ങനെ സന്തോഷമായിട്ടിരിക്കുന്ന സമയത്താണ് എന്റെ ഹസ്ബൻഡിന്റെ സഹോദരിമാര് മർത്തോമക്കാരാണ്. അവർ ഞങ്ങളുടെ കുടുംബങ്ങളിൽ കടന്നു വന്ന് അപ്പനെ ആങ്ങളയോടുള്ള സ്നേഹത്തിന്റെ ബന്ധത്തിൽ ഈ കുഞ്ഞിനെ കൂടെ വിളിച്ചുകൊണ്ട് പോവുകയും ആ കുഞ്ഞിന്റെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോവുകയൊക്കെ ചെയ്തതുകൊണ്ട് അവര് ആ കുഞ്ഞിനെ, എന്റെ ആൺകുഞ്ഞിനെ സ്തോത്രം അവരുടെ ആ നിലയിൽ, കാരണം അവന് സ്തോത്രം കുഞ്ഞല്ലേ, ചെറുപ്പമല്ലേ, ഹല്ലേലൂയ സ്തോത്രം, അവര് കുഞ്ഞെ എന്നൊക്കെ വിളിച്ച് അവനെ കൊണ്ടുപോയി അവര് ആ നിലയിൽ അവൻ അങ്ങോട്ട് പോകാൻ ഇടയായി. കാരണം അവിടെയും എന്നെ തകർത്ത് കളയാം, അല്ലെ വിശ്വാസ ജീവിതത്തിൽ അവിടെ വിശ്വാസം ഒന്ന് കാണട്ടെ എന്നോർത്തായിരിക്കാം, എന്തായാലും അവൻ ആ നിലയിൽ അങ്ങോട്ട് പോകാനിടയായി. സ്തോത്രം. എന്നാൽ വീട്ടിൽ വരികയും എന്റെ കാര്യങ്ങളൊക്കെ നോക്കുമെങ്കിലും ഒരു സമയമായപ്പോ ഒരു 10-20 വയസ്സായപ്പോഴത്തേക്ക് അവൻ വീണ്ടും അവരോട് ചേർന്ന് പിന്നെ വീട്ടിൽ വരാതെയായി. വല്ലാത്ത ഒരു ബുദ്ധിമുട്ട്. സ്തോത്രം. എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ ഒറ്റയ്ക്കായി, വാടക കൊടുക്കാൻ നിവൃത്തിയില്ലാതെയായി, ഒരു ജോലി ഇല്ലാതെ ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ വിശ്വാസ ജീവിതത്തിൽ കൊണ്ടുവന്ന ഒരു പെൺകുഞ്ഞുണ്ടായിരുന്നു. അവളും എന്നെ തേടി എന്റെ കൂടെ വന്നു. ഞങ്ങൾ രണ്ടുപേരും മാത്രമാണ്. വാടക കൊടുക്കാൻ നിവൃത്തിയില്ലാഞ്ഞിട്ട് വാടക വീട്ടിൽ നിന്ന് സാധനമെല്ലാം വലിച്ചു പറിച്ച് ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് കടന്നു പോയിച്ചു വന്നപ്പോഴത്തേക്ക് പിന്നെ പെട്ടെന്ന് അടുത്തൊരു ആളിനെ കണ്ട് ഒരു കട റൂം എടുത്ത് ആ റൂമിൽ എന്റെ സാധനം എല്ലാം പറക്കിയിട്ടേച്ച് ഞാനിങ്ങനെ ആ റൂമിൽ തന്നെ കഴിയുവാനിടയായി. അങ്ങനെ ഏതാണ്ട് ഒരു 3-4 മാസം അങ്ങനെ കഴിഞ്ഞു പോയി. അല്ലെങ്കിൽ സ്തോത്രം. പിന്നെ ഒരു ജോലി കണ്ടുപിടിക്കേണ്ടി വന്നു. ഒരു ജോലി കണ്ടുപിടിച്ച് അങ്ങനെ എന്റെ ജീവിതം മുൻപോട്ട് പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ എന്റെ മകന്റെ വിവാഹം
അല്ലെങ്കിൽ ഞാൻ അറിയാതെ ഭർത്തമ്മ കുടുംബത്തിലുള്ള എന്റെ സഹോദരിമാര് ചേർന്ന് എന്റെ മകന്റെ വിവാഹം ഭർത്തവുമായി വെച്ച് അവർ വിവാഹം നടത്തി. ഞാനെന്ന റാന്നിയില് ഉണ്ട്. മക്കളെ അതൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഒരേ ഒരു മകൻ ഹാലലിയ 10-20 വയസ്സ് വരെ കഷ്ടപ്പെട്ട് വളർത്തി കൊണ്ടുവന്നിട്ട് ഞാൻ ജീവനോടിരിക്കുമ്പോൾ അവന്റെ വിവാഹത്തിന് കൂടുവാൻ കഴിയാത്ത ഒരു മാതാവിന്റെ അവസ്ഥയൊന്ന് ചിന്തിച്ച്, എന്റെ ജീവിതം എങ്ങനെ പോകണമെന്നറിയാതെ വളരെ ഒരു ഭ്രാന്തിയാണോ എന്ന ആലോചിച്ച റോഡിലൂടെ ചെന്ന് പലപ്പോഴും എന്നെ വണ്ടി ഇടിച്ച് തള്ളിയത്. കാരണം ചിന്താമണ്ഡലം അത്രമാത്രം തകർന്നുപോയി, എന്ത് ചെയ്യണമെന്നറിയാതെ. എങ്കിലും ഞാൻ അവിടെ ഒന്നും പതറിയില്ല. ഹാലലിയ ദൈവത്തോടെ പറഞ്ഞു, കർത്താവേ ഹാലലിയ സ്തോത്രം, എന്തായിരുന്നാലും ഞാൻ എന്റെ ദൈവത്തെ വിട്ടൊന്നും പോകുന്നില്ല. ഹാലലിയ സ്തോത്രം, ദൈവത്തിന്റെ കൃപ തന്നെ ഓരോ ദിവസവും നടത്തി. അങ്ങനെ വേഗം എനിക്കൊരു സ്തോത്രം ഗൾഫിലേക്ക് പോകുവാനൊരു സ്തോത്ര വിസ ശരിയായി. പെട്ടെന്ന് പാസ്പോർട്ട് എടുത്തു. ഞാൻ 2010 ഞാൻ ഗൾഫിലേക്ക് പോയി. അവിടെ ഹാലലിയ സ്തോത്രം പോയി ഒരു കുഞ്ഞിനെ നോക്കാനായിട്ടാണ് പോയത്. കാരണം എന്റെ മകൻ ഹാലലി ഇങ്ങനെ ചെയ്തത് കൊണ്ട് എനിക്ക് നാട്ടിൽ നിൽക്കുവാൻ കഴിയാതെ വല്ലാത്ത വേദനയാണ്. അവനെ കാണണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ മടങ്ങി പോയതാ. ദൈവത്തിന്റെ സ്തോത്രം. എങ്കിലും അത് എന്റെ ജീവിതത്തിൽ വളരെ അനുഗ്രഹത്തിന് കാരണമാണ്. എന്റെ മകളുടെ കുറച്ച് കൂടാ കൊടുക്കുവാനുണ്ടായിരുന്നു, അതെല്ലാം കൊടുക്കേണ്ടി വന്നു. പക്ഷെ ആ രണ്ടു 3 വർഷം കഴിഞ്ഞ് തിരിച്ചു വന്നു, വീണ്ടും പോയി. അങ്ങനെ മോളുടെ കൂടെ ഞാൻ പാർത്തു. ഏതാണ്ട് 3-4 വർഷം എന്റെ മോളുടെ കൂടെ ആയിരുന്നു. 2021 വരെ ഞാൻ എന്റെ മോളുടെ കൂടെ പാർത്തു. അവിടെയും എനിക്ക് പ്രതികൂലങ്ങളൊക്കെ വളരെ കടന്നു വന്നു. അവിടുന്ന് ഇറങ്ങിപ്പോകേണ്ട ഒരു അവസ്ഥയായിരുന്നു ജീവിതത്തിൽ. എങ്കിലും അവിടെയൊന്നും ഞാൻ പതറിയില്ല. അവിടെയൊക്കെ ദൈവത്തിന്റെ കൃപകൾ പ്രാപിച്ചു. എനിക്ക് എവിടെ നിന്നൊക്കെ പ്രതികൂലങ്ങൾ കടന്നു വന്നു, അതെന്നെ മിനുക്കിയെടുക്കുവാൻ അല്ലെങ്കിൽ സ്വതന്ത്രം യോഗന്നാനെ ദ്വീപിലിട്ടതുപോലെ അല്ലെങ്കിൽ ഏകനായി അല്ലെങ്കിൽ അവിടെ കിടന്ന് മരണം മാത്രം കണ്ടു. ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ചിന്തിച്ച മണ്ഡലത്തിൽ പോലും യേശു കർത്താവിനെ അല്ലെങ്കിൽ കാണുവാൻ കഴിഞ്ഞതുമെന്ന് പറഞ്ഞതുപോലെ ഈ പ്രതികൂലങ്ങൾ എന്റെ ഗുണമായി മാറി. ഹല്ലേലൂയ. ചില കൃപകൾ പ്രാപിച്ചെടുക്കുവാനിടയായി. ചിലരോട് സുവിശേഷം ഈ നാട്ടിന്റെ മധ്യത്തിലൊക്കെ ഞാൻ കർത്താവിന്റെ അല്ലെങ്കിൽ സുവിശേഷം പറയും. ഏത് പ്രതികൂല സാഹചര്യത്തിലും ഹല്ലേലൂയ മറ്റുള്ളവരോട് യേശുവിനെ കുറിച്ച് ഞാൻ പ്രസംഗിക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപകൾ എനിക്ക് തരുവാൻ ഞാൻ കഷ്ടത്തിലായത് ഞാൻ ഗുണമായി എന്ന് പറയുവാനിടയായി. ദൈവമക്കളെ ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിനകത്ത് പ്രതികൂലങ്ങൾ കടന്നു വരുന്നെങ്കിൽ നിങ്ങൾ ഭയപ്പെടേണ്ട. കാരണം ഹല്ലേലൂയ കർത്താവിന് നമ്മളെ കൊണ്ട് ജയിക്കുവാനുണ്ട്. അവന് നമ്മളിൽ വസിക്കണമെങ്കിൽ അല്ലെങ്കിൽ കർത്താവിന് നമ്മളിൽ കൂടെ ഇറങ്ങി വരണമെങ്കിൽ, നമ്മുടെ ഉള്ളിൽ വസിക്കണമെങ്കിൽ, കർത്താവ് നമ്മെ വീണ്ടെടുത്തത് നമ്മളിൽ വസിക്കുവാനാണ്. യേശുവിന് നമ്മളിൽ വസിക്കുവാനാണ്. അതിനായിട്ടാണ് നമ്മെ തിരഞ്ഞെടുത്തത്. അവൻ നമ്മളിൽ വസിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്കറിയാലോ പ്രതികൂലങ്ങൾ ഒത്തിരിയാണ്. അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിനകത്ത് ഇറങ്ങി തിരിച്ചത് സുഖമല്ല. അല്ലെങ്കിൽ കഷ്ടതയുണ്ട്. എന്നാൽ അതിന്റെ മധ്യത്തിൽ വളരെ ആനന്ദമുണ്ട്. നമുക്കറിയാം അല്ലെങ്കിൽ അപ്പോസ്തലന്മാർ അനുഭവിച്ച പീഡനങ്ങൾ, അവരെ അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി നിന്നപ്പോൾ അവർക്ക് നേരിട്ട ജയിലറകള്, അവര് പലവട്ടം പൗലോസ് അനുഭവിച്ച കഷ്ടങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കിയാൽ നമ്മൾ ഹല്ലേലൂയ സ്തോത്രം നമ്മൾ എന്ത് അനുഭവിക്കുന്നു ഒന്നുമല്ല. പക്ഷേ അവിടെയൊക്കെ നമ്മെ മിനുക്കിയെടുക്കുവാൻ, ദൈവത്തിന്റെ നല്ല ഒരു അമ്പാക്കി തീർക്കുവാൻ അവൻ നമ്മെ പണിയുന്നതാണ് നമ്മുടെ കഷ്ടത എന്ന് പറയുന്നത്. കഷ്ടതയാകുന്ന കഠിന ശോധനയിലൂടെ അല്ലെങ്കിൽ കടത്തി വിടുമ്പോൾ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്ന് അല്ലെങ്കിൽ പൊള്ളിയെന്ന് വരാം, അപ്പോൾ വേദനിച്ചെന്ന് വരാം. അല്ലെങ്കിൽ എങ്കിലും അവൻ ഹാലിൽ പൊന്നുപോലെ പുറത്തു കൊണ്ടുവന്ന് ഒരാഭരണം നമ്മൾ ഹാലിയുടെ കണ്ണാടിക്കൂടിൽ ഇരിക്കുമ്പോ അത് കാണാൻ നല്ല ഭംഗിയാണ്. മനോഹരമായ അല്ലെങ്കിൽ മാലയും കമ്പലും ഒക്കെ ഇരിക്കുന്ന കണ്ട. പക്ഷേ അത് എതുവഴിയാ കടന്നു വന്നതെന്നൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. അല്ലെങ്കിൽ സ്വന്തം തട്ടാൻ അതിനെ അല്ലെങ്കിൽ തീയിലും വെള്ളത്തിലും ഇട്ട് അടിച്ചും പരത്തിയും അതുകൊണ്ട് ഒന്ന് ഹാലലിയ സ്തോത്രം കണ്ണാടിക്കകത്ത് വെക്കുമ്പോ ഭംഗിയാ കാണുന്നത് എന്ന് പറഞ്ഞതുപോലെ തന്നെ ക്രിസ്തീയ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മെ സ്തോത്രം മെനഞ്ഞു കൊണ്ടുവന്ന് അല്ലെങ്കിൽ ഒരു നല്ല പാനപാത്രമാക്കി ദൈവം വെക്കുമ്പോ അല്ലെങ്കിൽ സ്തോത്രം ദൈവമക്കളെ അല്ലെങ്കിൽ സ്തോത്രം നമ്മളിൽ കൂടെ ദൈവത്തിന് വലിയ ചെയ്യുവാനുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് കഷ്ടത ആർക്കും അല്ലെങ്കിൽ ഒരു ഭാരമായി തോന്നല്. അല്ലെങ്കിൽ അത് ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവം നമ്മെ ഓരോരുത്തരെയും പണിയുവാൻ ദൈവം ശക്തനാണെന്ന് എന്റെ ഉള്ള സാക്ഷ്യത്തിലൂടെ ഞാൻ പറയുകയാണ്. ഇന്ന് ഞാൻ അല്ലെങ്കിൽ ഭവനത്തിൽ എന്റെ മകളുടെ ഭവനത്തിൽ നിന്നും ഇറങ്ങി പോരേണ്ട ഒരവസ്ഥ എന്റെ ജീവിതത്തിൽ വന്നു. അല്ലെങ്കിൽ അതുകൊണ്ട് ഞാനിപ്പോൾ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ചിറ്റാർ എന്ന് പറഞ്ഞ റാന്നിയിലായിരുന്നു എന്റെ മോളെ. ചിറ്റാറിന്റെ ചേച്ചി അല്ലെങ്കിൽ ഇവിടെ അടുത്തുണ്ട്. അവൾക്ക് ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് മരിക്കും എന്ന് പറഞ്ഞ് എല്ലാവരോടും
പറഞ്ഞു. അല്ലെങ്കിൽ ഇനി അവൾക്കൊരു ജീവിതം, പക്ഷേ പ്രാർത്ഥനയിലൂടെ അവള് സൗഖ്യം പ്രാപിച്ച് അവൾ ഇന്ന് ആരാധനയ്ക്ക് ഇവിടെ അടുത്ത ചർച്ചക്കോടിന്റെ ആരാധനയിൽ അവള് കടന്നു പോകുന്ന ചില സമയങ്ങളിലൊക്കെ വരാതിരുന്നാലും അല്ലെങ്കിൽ ദൈവം അവളെ വിടുവിച്ചു. കാരണം മരണത്തിൽ നിന്ന് അവളെ വിടുവിച്ചു. എല്ലാരോടും അല്ലെങ്കിൽ സ്തോത്രം പറഞ്ഞു, നിങ്ങൾ പറഞ്ഞു അവൾ മരിക്കും എന്ന് പറഞ്ഞ ഡോക്ടർ പറഞ്ഞതാണ്. എന്നാൽ അങ്ങനെയുള്ള ഇപ്പൊ 2-3-4 വർഷമായി ഹല്ലേലൂയ സ്തോത്രം ഇപ്പോൾ ജീവനോടെയുണ്ട്. എല്ലാ പണികളും അവൾ ചെയ്യും. ദൈവത്തിന്റെ സ്തോത്രം. ദൈവം അവളെ അനുഗ്രഹിക്കും. അതുകൊണ്ട് ഇവിടെ അടുത്തൊരു വീടെടുത്ത് തനിയെ താമസിക്കുന്നു. എന്നാൽ ഈ ദിവസങ്ങളിൽ ഒത്തിരി പ്രതികൂലങ്ങൾ, സ്വന്തമായൊരു ഭവനമില്ല. ഹല്ലേലൂയ സ്തോത്രം. ഒരു വീട് എനിക്കില്ല. ഹല്ലേലൂയ സ്തോത്രം. സാമ്പത്തികമായി സഹായിക്കുവാൻ മക്കളോട് ആരോടും ചോദിക്കാറില്ല. ഇതൊക്കെ പറയുമ്പം എന്റെ മക്കൾ ഇതൊക്കെ കേൾക്കുമെന്ന് അറിയില്ല, അവർക്കത് നാണംകേടാണോ എന്ന് അറിയില്ലെങ്കിലും ഞാൻ അനുഭവിക്കുന്ന എന്റെ ദൈവം എന്നെ നടത്തുന്ന വഴികളാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ എന്റെ മക്കളെ നാണം കെടുത്തുവാനോ അല്ലെ അവര് ചെയ്യുന്നില്ലെന്ന് പറയുവാനല്ല, ദൈവത്തെ സ്നേഹിക്കുവാൻ ഇറങ്ങിത്തിരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതികൂലങ്ങൾ, അത് ഇതുപോലെ ഹല്ലേലൂയ സ്തോത്രം. ദാവീദിന്റെ ജീവിതത്തിൽ അബ്സലോം തന്റെ ജീവിതത്തിന് പ്രതികൂലമായപ്പോൾ ഹല്ലേലൂയ സ്തോത്രം ദാവീദ് ഓടിപ്പോയി എന്ന് വായിക്കുന്നു. എന്നതുപോലെ പ്രതികൂലങ്ങൾ മക്കളിലൂടെയാ വരുന്നെങ്കിൽ നമ്മൾ ഓടിപ്പോയേ പറ്റുള്ളൂ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് പകരം ചെയ്യാൻ കഴിയത്തില്ലല്ലോ. അപ്പോൾ സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ വന്ന് ഹല്ലേലൂയ ഒരു വീടെടുത്ത് ഞാനിപ്പോൾ ഇവിടെ താമസിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. കർത്താവിന്റെ അയക്കുന്ന ഇടങ്ങളിൽ ഹല്ലേലൂയ എനിക്കൊരു പ്രാർത്ഥനാ ഗ്രൂപ്പുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. 2 പ്രാർത്ഥനാ ഗ്രൂപ്പുണ്ട്. ഒന്ന് 5 മണിക്കത്തെ എന്ന് പറയും, അത് വടക്കേന്ത്യയിലുള്ള കർത്തൃദാസിമാരെല്ലാം കൂടെ ചേർന്ന് നടത്തുന്ന ഒരു ഇതാണ്. അതിനകത്ത് ഒരു അംഗമായി തീരുവാൻ, അനേകരോട് സാക്ഷ്യം പറയുവാൻ, അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ എന്റെ കയ്യിൽ ഒരു 10-40 കുടുംബം ഹല്ലേലൂയ സ്തോത്രം ദൈവം എന്നെ അതിന്റെ നായികയാക്കി ദൈവം എന്നെ വെച്ചിരിക്കുന്നു. അതിന്റെ പ്രാർത്ഥനയിൽ ഞാൻ മുന്നോട്ട് പോകുന്നു. അവർക്കൊരു ആശ്വാസമായി അല്ലെങ്കിൽ അനേക ദൈവമക്കൾക്ക് അല്ലെങ്കിൽ പ്രാർത്ഥനയിലൂടെ അല്ലെങ്കിൽ കടന്നു വരുന്ന വ്യക്തി ജീവിതങ്ങളെ അല്ലെങ്കിൽ ഫോണിലൂടെ വിളിക്കുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അവർക്ക് വേണ്ടി യാചരിക്കുവാൻ, ഈ പ്രിയപ്പെട്ടവർ തകർന്നു പോയ അനേക പ്രിയപ്പെട്ടവർക്ക് ഒരു ആശ്വാസമായി തീരുവാൻ ഇന്ന് എന്റെ കർത്താവിനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ ദൈവമക്കളെ ഹല്ലേലൂയ, ഞാൻ ഒന്ന് പറയുന്നു, കർത്താവിന് വേണ്ടി ഇറങ്ങിയാൽ, അവന് വേണ്ടി വിശ്വാസത്തോടെ നാം നിന്നാൽ അല്ലെങ്കിൽ ദൈവം നമ്മെ നടത്തുവാൻ ശക്തനാണെന്നുള്ള ഒരു സാക്ഷിയാണ് എനിക്ക് പറയുവാനുള്ളത്. എന്റെ അനുഭവത്തിൽ നിന്നുള്ളതാണ്, മറ്റെങ്ങൊന്നും ഞാൻ കടമെടുത്തതല്ല. ഇതെന്റെ അനുഭവത്തിൽ നിന്ന് വരുന്നതാണ്. ഹല്ലേലൂയ. അതുപോലെ തന്നെ എന്റെ ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തിക്കോളാം. എന്റെ മകന്റെ 19-ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ അവൻ വാഹനം ഓടിക്കുന്ന സമയത്ത് ഒരു കേസ് ഉണ്ടായി. അത് എന്റെ തലമുറയും ഇല്ലാതാക്കുവാൻ തക്കവണ്ണം എനിക്കുള്ളവർ ചെയ്തു വെച്ചത്. കാരണം ഒരിക്കലും അത് ചെയ്യുവാൻ കഴിയാത്ത ഹല്ലേലൂയ സ്തോത്രം. കാരണം അവനെ 14 ദിവസം സബ് ജയിലിൽ അടക്കേണ്ടി വന്നു. അതുപോലെയുള്ള ക്രിമിനൽ കേസിന് കൊണ്ട് എന്റെ കുഞ്ഞിനെ പ്രതിയാക്കി. എന്ത് ചെയ്യണം, ആര് സഹായിക്കുവാനല്ല. എന്റെ മോള് പ്രസവിച്ച 56 പോലും ആയിട്ടില്ല, 14 ദിവസങ്ങളുണ്ടായത്. എന്ത് ചെയ്യണമെന്നറിയ ആരുമില്ല ഞങ്ങളെ സഹായിക്കുവാൻ. എന്റെ കുഞ്ഞിനെ അല്ലെങ്കിൽ പോലീസുകാർ പിടിച്ചുകൊണ്ട് പോയി കച്ചേരിയിൽ വെച്ചിട്ട് എന്നെ വിളിച്ച് വിവരം പറഞ്ഞ് ഞാൻ ഓടി ചെല്ലുമ്പോൾ എന്റെ മകനൊരു മുറിയിൽ ഇങ്ങനെ ഇരിക്കുക. കാരണം കുഞ്ഞ് 19 വയസ്സേ ഉള്ളെങ്കിലും ഒരു 10-22 വയസ്സിന്റെ ആളാണ് അവനുണ്ട്. ശരീരം കണ്ടാൽ അവനെ അടിക്കും. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ ഞാൻ ഓടി ചെല്ലുമ്പോൾ ഹല്ലേലൂയ SI എന്റെ അടുത്തിട്ട് സർക്കിൾ എന്റെ അടുത്തിട്ട് വന്ന് പറഞ്ഞു, ഹല്ലേലൂയ സ്തോത്രം, ഇവനെ സ്തോത്രം കോടതി മുഖാന്തരമാണ് ഇവനെ ഞങ്ങൾ അവൻ ചെയ്തിരിക്കുന്ന കുറ്റം ഹല്ലേലൂയ പീഡന കേസാണ് തന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. എന്റെ ദൈവമേ, ഒരിക്കലും ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് എന്നടത്ത് കൊണ്ടുവിടണമെന്ന് പറഞ്ഞ് അവിടെ കൊണ്ടുവിട്ടു. അത്ര മാത്രമേ ചെയ്തുള്ളൂ. ഈ ചെയ്തതിനാണ് അടുത്ത് നിരുന്ന വ്യക്തികൾ കണ്ടിട്ട് ആ പിതാവിനെ വിളിച്ചു പറഞ്ഞ് അവനെ സ്തോത്രം ഞങ്ങളിൽ നിന്ന് കാശ് തട്ടി വാങ്ങിക്കാമെന്ന് വിചാരിച്ച് ചെയ്തതാണ്. പക്ഷേ ദൈവം ഞങ്ങൾക്ക് അനുകൂലമായിരുന്നത് കൊണ്ട് ഒന്നും ഞങ്ങൾക്ക് പ്രതികൂലമായി വന്നില്ല. അന്നേരം അല്പവേദനകളും പ്രയാസങ്ങളും ജീവിതത്തിൽ കടന്നു വന്നെങ്കിലും എന്നോട് സർക്കിള് പറഞ്ഞ്, അമ്മാമേ അല്ലെങ്കിൽ അമ്മാമ്മയുടെ മകനെ ഞങ്ങൾ അടിക്കുവാൻ അടുത്ത് ചെല്ലുമ്പോൾ അമ്മാമ്മയുടെ മോന്റെ മുഖത്ത് നോക്കിയാൽ ഞങ്ങൾക്ക് അടിക്കാൻ കഴിയത്തില്ല, എന്തോ ഒരു പ്രകാശം പോലെ ഞങ്ങൾക്ക് തോന്നുക എന്ന് പറയുവാനിടയായി. സ്തോത്രം. ദൈവമക്കളെ, 14 ദിവസം എന്റെ കുഞ്ഞിനെ സബ് ജയിലിൽ ഇടുമ്പോൾ
ഞാൻ ഉറക്കമില്ലാതെ ദൈവത്തോടെ പ്രാർത്ഥിച്ച് സഹായിക്കുവാൻ ആരുമില്ല. അങ്ങനത്തെ അനുഭവത്തിലൂടെ ഒക്കെ ഞാൻ കടന്നുപോയി. എത്ര വട്ടം ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടുണ്ട്. എന്റെ ആൾക്കാര് അല്ലെങ്കിൽ എന്റെ സഹോദരങ്ങളൊക്കെ എന്നെ സ്തോത്രം അങ്ങനെയൊക്കെ ഓരോ ചെയ്യാത്ത തെറ്റുകൾക്ക് ഒത്തിരി ശിക്ഷ അനുഭവിച്ച വ്യക്തിയാണ്. എങ്കിലും അവിടെയൊക്കെ എനിക്ക് ദൈവം അനുകൂലമായിരുന്നു. ദൈവം എന്നെ അവിടെയൊക്കെ കർത്താവ് അവിടെ സബ് ജയിലിലായാലും അല്ലെങ്കിൽ സ്തോത്രം കോടതിയിലായാലും എല്ലായിടത്തും കർത്താവ് ഇറങ്ങി എനിക്ക് വേണ്ടി വാദിച്ചു. അതുകൊണ്ട് അല്ലെങ്കിൽ ആ കേസുകളൊക്കെ അല്ലെങ്കിൽ ഇല്ലാതെ പോയി. എന്റെ മകൻ ഇന്ന് അല്ലെങ്കിൽ സ്തോത്രം ഞാൻ പറയട്ടെ, എന്റെ മകൻ സ്തോത്രം പൂനായില് ഒരു സ്തോത്രം ആശുപത്രിയുടെ മാനേജരായി രണ്ടുപേരും അവിടെ വർക്ക് ചെയ്തു. ഒരു പക്ഷേ എന്റെ കുഞ്ഞ് സ്തോത്രം ഓട്ടോ ഓടിച്ച് ഒരു ഓട്ടോറിക്ഷ ഓടിച്ച് ആ ടൗണിൽ കിടന്നു ഒരു മദ്യപാനിയായി അല്ലെങ്കിൽ ഒരു തല്ലിപ്പൊളിയായി എന്റെ കുഞ്ഞിനെ നശിപ്പിച്ചു കളയാമായിരുന്ന സ്ഥാനത്ത് കണ്ണുനീരിന്റെയും പ്രാർത്ഥനയുടെയും ഫലമായി അല്ലെങ്കിൽ സ്വന്തം ദൈവം ഞങ്ങളെ ആരുടെയും നശിപ്പിക്കാതെ എന്റെ പെൺകുഞ്ഞിപ്പോൾ ഗൾഫിലാണ്. അല്ലെങ്കിൽ സൂത്രം ഹല്ലേലൂയ. ദൈവം 2 കൊച്ചുമക്കളെ തന്നിട്ടുണ്ട്. അവര് സൂത്രം ഹല്ലേലൂയ. മൂത്ത മോൾക്ക് 18 വയസ്സുണ്ട്, ഇളയ മോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അല്ലെ മറ്റു സ്തോത്രം അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട തലമുറകൾ, അനുഗ്രഹിക്കപ്പെട്ട ഭാവി എന്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുവാനിടയെ. കാരണം ഇവരുടെ ആരുടെയും മുൻപിൽ കൈ നീട്ടാതെ തമ്പുരാൻ ഞങ്ങളെ സഹായിച്ചു. കർത്താവ് ഞങ്ങളെ ചെയ്യിച്ചു. അതുകൊണ്ട് എനിക്ക് ഒന്നേ പറയുവാനുള്ളൂ, ദൈവത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച ഒരു ദൈവജനവും അല്ലെങ്കിൽ ഒരു സഹോദരിമാരോ എന്നെ കേൾക്കുന്ന ആരെങ്കിലും അല്ലെങ്കിൽ ഭാരം അനുഭവിക്കുന്നു, മക്കളെ ഓർത്ത് എങ്ങനെ വളർത്തുമെന്നോർത്ത് അല്ലെങ്കിൽ കടഭാരങ്ങൾ ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾ ബുദ്ധിമുട്ടുന്നെങ്കിൽ അല്ലെങ്കിൽ ദൈവ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ ദൈവം തളർത്തി തരുവാൻ ശക്തനാണ്. നിങ്ങളുടെ പ്രാർത്ഥനയും യാചനയും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഇത്രത്തോളം സമയം എനിക്ക് ഹല്ലേലൂയ ഈ ലൈനിലായിരിക്കാൻ ഈ ടിവിയില് സാക്ഷ്യം അനുവദിച്ചു തന്ന കർത്താവിന്റെ ദാസിയോടും കുടുംബത്തോടുള്ള നന്ദിയെ അറിയിച്ചുകൊണ്ട് ഞാൻ ദൈവസന്നിധിയിലിരിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഓക്കെ ദേവദാസി, കർത്താവ് സഹായിക്കട്ടെ. പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, നല്ല സ്വർഗ്ഗപിതാവേ, നല്ല സമയത്തിനായി സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട പകൽക്കാലം ഇങ്ങനെയൊരു സാക്ഷ്യത്തിന് വഴിയൊരുക്കിയതിനായിട്ട് നന്ദി പറയുന്നു. കർത്താവെ, ഈ ചാനലിനെ ദൈവകരങ്ങളിലേക്ക് പ്രാർത്ഥിക്കുന്നു. ദാസിയെയും കുടുംബത്തെ ഏൽപ്പിക്കുന്ന കർത്താവെ, ദൈവമേ സ്തോത്രം, ഈ ചാനൽ അനുഗ്രഹമായി തീരുവാൻ, അനേകർക്ക് ആശ്വാസമായി തീരാൻ, അനേകർ ഇതിനകത്തൂടെ സാക്ഷ്യം പറഞ്ഞ് അനേകരെ ഉറപ്പിക്കുവാൻ, അല്ലെങ്കിൽ കഷ്ടത്തിലും വേദനയിലും ഭാരത്തിലുമായിരിക്കുന്നവർ വിടുതൽ പ്രാപിക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കണമേ എന്ന് നീ പ്രാർത്ഥിക്കുന്ന കർത്താവെ, കേൾക്കുന്നവർക്ക് അനുഗ്രഹമായി തീരട്ടെ. നിന്റെ ദാസിയെ അനുഗ്രഹിക്കണം, അല്ലെങ്കിൽ കുടുംബത്തെ സഹായിക്കണം. ഹല്ലേലൂയ. കർത്താവേ, മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ, അനേകർക്ക് ആശ്വാസമായി തീരുവാൻ, ഇതാ ഹല്ലേലൂയ വലിയൊരു സ്തോത്രം കർത്താവേ ആയി തീരുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടു സ്തോത്രം യേശുവിന്റെ വലിയ നാമത്തിൽ. ആമേൻ. സ്തോത്രം. ഓക്കെ, താങ്ക് യു ദേവദാസി. കർത്താവ് സഹായിക്കട്ടെ.